ഇതിലേക്ക് പോകുന്നില്ല, സമയം പരിമിതി കൊണ്ട് തന്നെ രാജേഷിക്ക് സ്വാഗതം പറയാനായി സമിതിയുടെ അധ്യക്ഷ അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഡോക്ടർ സുമതി ഹരിദാസിനെ ക്ഷണിക്കുകയാണ്. ശ്രീ വളയനാട് ഹിന്ദു സേവാ സമിതി ഹാളിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ രാജേഷ് നാദാപുരം അവർകളെ, എല്ലാവർക്കും ഈ വർഷത്തെ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ 3 ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണമായ ബന്ധങ്ങളിലെ സംഘർഷം എങ്ങനെ കൈകാര്യം ചെയ്യാം, കുരുക്ഷേത്ര യുദ്ധത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ വിഷയത്തെ അധികരിച്ച് നമ്മോട് പ്രഭാഷണം ചെയ്യാനെത്തിയിട്ടുള്ള മഹാത്മാവിനെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. നമുക്കൊക്കെ നാം എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന സമയത്ത് രോമാഞ്ച പുളകിതരാവാറുണ്ട് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു വലിയ ഇൻട്രൊഡക്ഷന് വേണ്ടി ഞാൻ മുതിരുന്നില്ല. ഏതായാലും ഔദ്യോഗികമായി തൻ്റെ സ്ഥാനം ഒന്ന് പറയാം എന്നുള്ള നിലയിൽ അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സെക്രട്ടറിയെ ചുമതല എടുത്തിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് നമുക്ക് സുപരിചിതമായി നിൽക്കുന്നത് സനാതനം ധർമ്മപാഠശാല, ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് അതിനെ കോർഡിനേറ്റ് ചെയ്ത് അതിലെ പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാജേഷ് അവർകളാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നാദാപുരം സ്വദേശിയാണ്. നാദാപുരത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ കുട്ടിക്കാലത്ത് സംഘർഷഭരിതമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് ഞാൻ നാദാപുരത്തെ കേട്ടിട്ടുണ്ട്. മധ്യകാല കവിത എന്ന് പറയുന്ന, അല്ലെങ്കിൽ വടക്കൻപാട്ട് പ്രസ്ഥാനത്തിൽ ഉണ്ണിയാർച്ച നാദാപുരത്തെ തെമ്മാടിമാരെ അമർച്ച ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. സംഘർഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ സംഘർഷത്തിനെ അമർച്ച ചെയ്തത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള വിഷയം ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. കാരണം നമ്മുടെ ഇന്ന് എന്നല്ല എക്കാലവും മനുഷ്യ ജീവിതത്തിലെ അത്യന്തം പ്രസക്തമായിട്ടുള്ള വിഷയമാണ് സംഘർഷം. സമന്വയം, സംഘർഷം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും ഇത് എത്രത്തോളം കഠിനമാണ് എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം തന്നെ, അതിന് വിശിഷ്യ പഞ്ചമവേദം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ പാഠത്തിന് കുരുപാണ്ഡവ സംഘർഷത്തിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ധർമ്മത്തെ എങ്ങനെ പുനഃസ്ഥാപിക്കാം. അത് വീട്ടിൽ നിന്നായാലും അയൽപ്പക്കത്തിൽ നിന്നായാലും ഗ്രാമത്തിലായാലും നമ്മുടെ സംസ്ഥാനത്തായാലും നമ്മുടെ പ്രദേശത്തായാലും ഇതെല്ലാം ഇന്ന് വളരെ അനുചിതമായ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും ഒരു
ഈ വർഷത്തെ ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അദ്ദേഹത്തെ ഞാൻ വെറുതെ സ്വാഗത ഭാഷണം നീട്ടല്ല, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ സമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള അമ്മമാർക്കും മറ്റ് സഹോദരന്മാർക്കും ഇവിടെ എത്തിച്ചേർന്നിട്ട് എല്ലാ ബന്ധുജനങ്ങൾക്കും ശ്രീ വളയനാട് ഹിന്ദു സേവാ സമിതിയുടെ പേരിൽ ഹാർദമായ സ്വാഗതം അരുളുന്നു. വരുന്ന 2 ദിവസങ്ങളിൽ കൂടി നമുക്ക് പ്രഭാഷണം ഉണ്ടാകും. ശ്രീ ചിദാനന്ദപുരി സ്വാമി അവരുടെയും ശ്രീ പ്രമോദ് ഐക്കരപ്പടിയുടെയും രണ്ട് വിഷയങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് നന്ദി പറയുന്ന സമയത്ത് സെക്രട്ടറി പറയുണ്ടാവും. ഏതായാലും അതിലും എല്ലാവരും പങ്കെടുത്ത് അവരുടെ പറയാനുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ എല്ലാ വിധത്തിലുള്ള ഊർജവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കട്ടെ, അത് നമ്മളിലേക്ക് പ്രസരിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അരുളിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ത്രിദിന പ്രഭാഷണ പരമ്പരയുടെ 1ാമത്തെ ദിവസമാണ് നാം ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. വളരെ മനോഹരവും എന്നാൽ ഒരുപാട് പരിഹാരവും ഇല്ലാത്തതുമായ ഒരു വിഷയമാണ് ബന്ധങ്ങളിലെ സംഘർഷം. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ലോകത്തിൽ പ്രബലമായ 2 യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് 3 വർഷം മുമ്പ് തുടങ്ങിയതാണ്, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. 2 ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമെന്ന് പറയാൻ പറ്റില്ല. ഭീകരവാദത്തിനുള്ള മറുപടിയായിട്ട് ഇസ്രായേൽ ഹമാസിനെ തകർത്തേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മരണങ്ങളുടെ ഒരു പരമ്പര അവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം ലോക മഹായുദ്ധം 14 മുതൽ 19 വരെ, 2ാം ലോക മഹായുദ്ധം 39 മുതൽ 45 വരെ കോടിക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. സംഘർഷങ്ങളില്ലാത്ത ഒരു കാലഘട്ടം, അത് സത്യയുഗത്തിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ രാമൻ്റെ കാലഘട്ടമായപ്പോൾ രാമൻ്റെ ഭാര്യയെ തന്നെ തട്ടിക്കൊണ്ടുപോയി രാവണൻ. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, രാമനുണ്ടെങ്കിൽ രാവണനുണ്ടാകും. ഭഗവാന്റെ കാലഘട്ടം കഴിഞ്ഞു, ദ്വാപരയുഗം തുടങ്ങിയപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ്റെ കാലഘട്ടം ആരംഭിച്ചു. ഭഗവാൻ ജനിച്ചത് തന്നെ കാരാഗ്രഹത്തിലാണ്. ബാസ് കുറച്ചാണ്. ഭഗവാൻ ജനിച്ചത് തന്നെ കാരാഗ്രഹത്തിലാണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല. ഭഗവാന്റെ 6 ജ്യേഷ്ഠന്മാരെ അമ്മാവനായ കംസൻ കൊന്നുകളഞ്ഞതാണ്. പ്രസവിച്ച ഉടൻ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുനാ നദി കടന്ന് നന്ദനോദ്യാനത്തിലെത്തിച്ചു. യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു, ഈ കുഞ്ഞിനെ അവിടെ വെച്ചു. അവിടുന്ന് അങ്ങോട്ട് സംഘർഷങ്ങളുടെ ചരിത്രമാണ് ഭഗവാന്റെ ജീവിതത്തിൽ ഉണ്ടായത്. 6 മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ വേണ്ടി പൂതന വന്നു. അവളെ ഭഗവാൻ മുല കുടിച്ചു കൊന്നു കളഞ്ഞു. പിന്നീട് ഭഗൻ എന്ന രാക്ഷസൻ വന്നു, അവൻ്റെ കൊക്ക് പിടിച്ചിട്ട് അവനെയും കൊന്നുകളഞ്ഞു. സംഘർഷങ്ങൾ നിരന്തരമുണ്ടായി ഭഗവാന്റെ ജീവിതത്തിൽ. പക്ഷേ ആ സംഘർഷങ്ങളെയെല്ലാം വളരെ മനോഹരമായി തന്മയത്വത്തോടു കൂടി ഭഗവാൻ കൈകാര്യം ചെയ്തു. ഒടുവിൽ വേടൻ്റെ അമ്പ് നിമിത്തമാക്കി ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാന്റെ ജീവിതത്തിലുണ്ടായ സംഘർഷങ്ങൾ വളരെ വലുതായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ശ്രീകൃഷ്ണൻ കരഞ്ഞിട്ടില്ല. കുചേലനെ കണ്ടപ്പോൾ ആനന്ദാശ്രു പൊഴിച്ചതാണ്, അത് കരച്ചിലല്ല. കുറച്ചുകൂടി ബാസ് കുറക്കണം. ഇതിന് ആനന്ദാശ്രു പൊഴിക്കലാണ് അദ്ദേഹം ചെയ്തത്. ഇവിടെ മഹാഭാരതത്തിലൂടെ ഇല്ല, കുറഞ്ഞിട്ടില്ല, അന്ന് കുറച്ച് സൗണ്ട് കുറച്ചോളൂ, എനിക്ക് എക്കോ അടിക്കുന്നു ഇവിടുന്ന് ഇങ്ങോട്ട്. മഹാഭാരതത്തിലൂടെ രാമായണത്തിലൂടെയെല്ലാം
നമ്മുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾക്കുള്ള മറുപടി, അവരനുഭവിച്ച പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങൾക്ക് എന്തായിരുന്നു രാമനും കൃഷ്ണനും എടുത്ത തീരുമാനം, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രസക്തമായത്. അപ്പം നമ്മൾ പറയാറുണ്ട്, ശ്രീരാമചന്ദ്രൻ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ 14 കൊല്ലം കാട്ടിലേക്ക് പോയി. അപ്പോഴാണ് പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം, പുത്രൻ ഓർ പുത്രി. പുംനാമ നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവൻ പുത്രൻ ഓർ പുത്രി. അച്ഛനെയും അമ്മയെയും നരകത്തിൽ പതിക്കാതെ നോക്കുന്നവൻ്റെ പേരാണ് പുത്രൻ ഓർ പുത്രി, എന്ന് വെച്ചാൽ മക്കൾ. അച്ഛൻ്റെ അഭിമാനം മകൻ്റെ അഭിമാനമായിരിക്കണം, അച്ഛൻ്റെ വാക്കുകൾ മകൻ്റെ വാക്കുകളായിരിക്കണമെന്ന് രാമൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭരതനാണെങ്കിൽ ഒരു മെനക്കേടുമില്ലാതെ അമ്മ ഒരു മഹാസാമ്രാജ്യം കൈവെള്ളയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്, ഒരു മഹാസാമ്രാജ്യം. പക്ഷെ ഒരു ദിവസം പോലും ഭരതൻ ആ കസേരയിൽ ഇരുന്നിട്ടില്ല, സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. തനിക്കർഹമല്ലാത്തത് സ്വന്തമായി വരുമ്പോൾ അതുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ, അതുണ്ടാക്കുന്ന ടെൻഷൻ, പ്രോബ്ലംസ്, ഇത് കൃത്യമായിട്ട് ഭരതൻ അറിയാമായിരുന്നു. തൻ്റെ അമ്മയുടെ കുബുദ്ധി കൊണ്ട് രാമൻ അവകാശപ്പെട്ട ആ മഹാസാമ്രാജ്യത്തെ എൻ്റെ കൈവെള്ളയിൽ വച്ചു തന്നതായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ഭരതനും ശത്രുഘ്നനും കോസലത്തിലില്ല, അയോധ്യയിലില്ല. തിടുക്കത്തിലെടുത്ത തീരുമാനമായിരുന്നു രാമനെ യുവരാജാവായി വാഴിക്കണം എന്നുള്ളത്. ആ തിടുക്കത്തിലെ തീരുമാനം തെറ്റായിപ്പോയി, രാജാവിന് മരണം തന്നെ വരിക്കേണ്ടി വന്നു. തിടുക്കത്തിലെടുക്കുന്ന എല്ലാ തീരുമാനത്തിലും കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. 2 പേരുടെ അസാന്നിധ്യം രാജാവ് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ജീവിതത്തിൽ രാജാവിന് ഇത്ര പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. ഭരതനും ശത്രുഘ്നനും എവിടെ എന്ന ചോദ്യം പോലും അദ്ദേഹം ചോദിച്ചില്ല. 4 മക്കളാണ്. രാമനെ രാജാവായി വാഴിക്കുവാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്തായിരുന്നു എന്ന കാര്യം പോലും ദശരഥനോട് മറന്നുപോയി. മാത്രമല്ല, ഒരാളെ വിളിക്കാനും വിട്ടുപോയി, കൈകയുടെ അച്ഛനെ. നമ്മൾ പറയാറുണ്ട് അമ്മായി അച്ഛൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ടൊരു പൊസിഷനാണ്. ഭാര്യയുടെ അച്ഛനെ കല്യാണത്തിലൊക്കെ വിളിച്ചില്ലെങ്കിൽ വലിയ പ്രോബ്ലം ആയിരിക്കും. ഇദ്ദേഹത്തെ വിളിക്കാനും വിട്ടുപോയി, കേകയ രാജാവിനെ വിളിക്കാനും വിട്ടുപോയി. തിടുക്കത്തിലെടുത്ത തീരുമാനം ജീവിതത്തിലുണ്ടാക്കിയ പ്രോബ്ലംസ് ദശരഥ മഹാരാജാവ് നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ആന വെള്ളം കുടിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് അങ്ങോട്ട് ധരിച്ചു. പക്ഷെ അത് കുടത്തിലേക്ക് വെള്ളം കയറുമ്പോഴുണ്ടായ ശബ്ദമായിരുന്നു. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾക്ക് വളരെ പ്രധാനമുണ്ട്. ഒന്ന്, കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങൾ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് കൺഫർമേഷൻ ആവശ്യമാണ്. അത് എന്താണ് എന്തല്ല എന്ന് തിരിച്ചറിവ്. എന്നിട്ട് 3-മത്തേത് ഡിസിഷൻ, തീരുമാനം. ഇദ്ദേഹം 1-മത്തെ ആ കുടത്തിൽ വെള്ളം കയറുമ്പോൾ തന്നെ ഇത് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണെന്ന് അങ്ങോട്ട് ധരിക്കുകയും അമ്പെടുക്കലും എയ്യലും ഒന്നിച്ചു കഴിഞ്ഞു. ശബ്ദഭേദി ബാണം അയച്ചു. ജീവിതത്തിൽ കൺഫ്യൂഷനെ കൺഫർമേഷൻ ചെയ്യാതെ ഡിസിഷൻ എടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഹൃദയം പൊട്ടി മരിക്കേണ്ടി വന്നു. ഏറ്റവും നിസാരനായ വ്യക്തി പോലും ആത്മാർത്ഥമായിട്ട് ശപിച്ചാൽ ശാപം ഫലിക്കും. അതുകൊണ്ട് നമ്മൾ ശാപം വാങ്ങാൻ പാടില്ല എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. നമ്മളാരെയും ശപിക്കാനും പാടില്ല, നമ്മൾ ആരുടെയും ശാപത്തെ വാങ്ങാനും പാടില്ല. ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ദുര്യോധനൻ്റെ തുടയ്ക്ക് വീണ്ടും വീണ്ടും അടിച്ച് ചമ്മന്തി പരുവത്തിലാക്കുകയാണ് ഭീമൻ. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, എന്താണ് ഭീമ, ഇങ്ങനെ കിടന്നിടത്തുനിന്ന് പിടക്കുന്ന ഒരാളുടെ തുടക്ക് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, കൗരവ രാജസദസ്സിൽ വെച്ച് ഇവൻ പറഞ്ഞു, എൻ്റെ ഭാര്യയോട്, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ ജ്യേഷ്ഠപത്നിയോട് പറഞ്ഞു, ഈ തുടയിൽ വന്നിരിക്കടീ എന്ന്. അങ്ങനെ പറയുന്നുണ്ട് ദുര്യോധനൻ. ഈ തുടയിൽ വന്നിരിക്കൂ എന്ന് ജ്യേഷ്ഠൻ്റെ പത്നിയോട് പറഞ്ഞു. ആ തുട ഞാൻ ചതച്ചരക്കുകയാണ്. എന്നിട്ട് ഭീമൻ പറയുന്ന ഒരു തത്വചിന്തയുണ്ട്. ആയുധം കൊണ്ടുള്ള മുറിവ് വേഗം ഉണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ആയുഷ്കാലം നമ്മെ പിന്തുടരുമെന്ന്. ശരിയാണല്ലോ അല്ലേ? ചില വാക്കുകൊണ്ടുള്ള മുറിവ് നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കത് മറക്കാനും പൊറുക്കാനും കഴിയാത്തതുണ്ടാകും. അതുപോലെ നമ്മൾ ആരെങ്കിലും മുറിവേൽപ്പിച്ചുവെങ്കിൽ അവരുടെ ജീവിതാന്ത്യം വരെയും ആ മുറിവ് അവരുടെ കൂടെയും കാണും. അതുകൊണ്ടാണ് വാക്കിനെ വാണി എന്നും
വാണിയെ സരസ്വതി എന്ന് വിളിക്കുന്നത്. ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇല്ലാതാക്കുവാൻ ഒന്നാമത്തേത് വാക്കിനെ വാണിയായി കാണുക എന്നുള്ളതാണ്. വാക്കിനെ വാണിയായി കാണുക, വാണിയെ സരസ്വതിയായി ദർശിക്കുക. വാക്കുകളാണ് ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നത്, വാക്കുകളാണ് ബന്ധങ്ങളെ അകറ്റുന്നത്. വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കണമെന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിൽ പ്രയോഗിക്കാം. ഒന്ന്, വാക്കുകൾ കൊണ്ട് സ്നേഹത്തിൻ്റെ തലോടൽ നടത്താം, വാക്കുകൊണ്ട് വാളിൻ്റെ മുറിവുമേൽപ്പിക്കാം. ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് അവനവനാണ്. അതുകൊണ്ട് തന്നെയാണ് വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഭീമൻ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചു, ദുര്യോധനൻ വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചു ഭീമനെ. ഭീമൻ മറന്നുപോയില്ല. അതുകൊണ്ടായിരുന്നു തുട ചതച്ചരച്ചു കളഞ്ഞത്. ആരെയും നിസ്സാരനായിട്ട് കാണരുത്. ഇത് നമ്മെ പഠിപ്പിക്കുന്നു താപസകുമാരൻ. താപസകുമാരൻ ഒരു പാവമാണ്. കാട്ടിലെ കായ്കനികൾ ഭക്ഷിക്കുന്നവരാണ്. ഒരു രാജാവിനെ സംബന്ധിച്ച് നിസ്സാരനാണ്. പക്ഷേ രാജാവിൻ്റെ അമ്പ് ഇടനെഞ്ചിൽ തറച്ച് പിടയുന്ന താപസകുമാരൻ്റെ പാദങ്ങളിൽ വീണ് ദശരഥൻ മാപ്പ് പറഞ്ഞു. അബദ്ധം പറ്റിപ്പോയി. ദശരഥൻ നമ്മെ പഠിപ്പിക്കുന്നു, ലോകത്തിൽ ആരാണെങ്കിലും തെറ്റുപറ്റിയാൽ മാപ്പ് പറഞ്ഞേക്കണം, ഉടനടി മാപ്പ് പറയണം. എന്നാൽ നമ്മുടെ മനസ്സ് റിലാക്സ് ആവും. വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായി, ന്യായീകരിക്കുവാൻ നമ്മുടെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ചിന്തിച്ചാൽ തെറ്റ് നമ്മുടെ ഭാഗത്താണ് എങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു സോറി പറഞ്ഞു നോക്കൂ, നമ്മളും റിലാക്സ് ആവും, കുടുംബവും റിലാക്സ് ആവും. തെറ്റ് വിചിന്തനം ചെയ്ത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീട് ക്ഷമ ചോദിക്കുവാൻ മടിച്ചു നിൽക്കരുതെന്നും സമയം കളയരുത് എന്നും ആചാര്യന്മാർ പറയുന്നു. അപ്പം ജീവിത ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാൻ, തോറ്റുകൊടുക്കുവാനുള്ള മനസ്സ് വളരെ പ്രധാനമാണ്. പാകിസ്ഥാന് മുന്നിൽ തോറ്റുകൊടുക്കാനല്ല പറഞ്ഞത്, മറിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളാൽ സ്നേഹിക്കപ്പെടുന്നവരുടെ മുന്നിൽ ഒന്ന് തോറ്റുകൊടുക്കുവാനുള്ള മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ എളുപ്പത്തിൽ വിജയിക്കാം. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയണമെന്നും എല്ലാത്തിനോടും വാദിച്ച് ജയിക്കണമെന്നും പറയരുത്. അത് ഏഷ്യാനെറ്റ് ന്യൂസിലെ സംഭവമാണ്. എല്ലാത്തിനോടും വാദിച്ച് ജയിക്കുക ഒരിക്കലും തീരുമാനമാവില്ല. ഏഷ്യാനെറ്റിൽ ന്യൂസ് ചർച്ചയിൽ തോറ്റവൻ തന്നെയാണ് അടുത്ത ചാനൽ ചർച്ചയിൽ പോയിട്ട് ഇതേ വിഡ്ഢിത്തം പറയുക. സംഘർഷങ്ങളായിരിക്കും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറയാറുണ്ട്, ഞാൻ 4 റിമോട്ട് കൺട്രോൾ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടന്ന ചർച്ചയിൽ ഇയാളൊരു BJPയുടെ പ്രതിനിധിയാണ്. അപ്പം BJPയുടെ വക്താവ് ഇയാൾ ആഗ്രഹിക്കുന്ന പോയിന്റുകൾ പറയുന്നില്ല. അപ്പോൾ ഇയാൾക്ക് വെറുപ്പ് പിടിക്കും, റിമോട്ട് എടുത്തിട്ട് താഴേക്ക് എറിയും. പിറ്റേ ദിവസം ഇയാൾ തന്നെയാണ് റിമോട്ട് വാങ്ങേണ്ടത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ചാനൽ ചർച്ച കാണൽ നിർത്തി എന്ന്. അപ്പം നമ്മുടെ മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്നതെന്തോ അതിനെ തിരസ്കരിക്കുക. സംഘർഷങ്ങൾ ഉണ്ടാകാൻ അനേകം കാരണങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതിനെ തിരസ്കരിക്കണം എന്ന് പറയുന്നു. അപ്പം നിസ്സാരമായിട്ടൊന്നിനെയും കാണരുത്. താപസകുമാരൻ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിച്ചൂരി മാപ്പ് പറഞ്ഞു. ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പും കടമകളെ മറക്കില്ല, കടമകളെ മറന്നുപോയില്ല കുമാരൻ. എൻ്റെ അച്ഛനും അമ്മയുണ്ട്, അവർ കാട്ടിൻ്റെ ഉള്ളിലാണ്. എല്ലാ പ്രഭാതങ്ങളിലും അവർക്ക് വേണ്ടി വെള്ളം ഞാൻ ശേഖരിക്കാറുണ്ട്. ഇന്നും വെള്ളം ശേഖരിക്കാൻ വന്നതാണ്. നിർഭാഗ്യവശാൽ അങ്ങയുടെ അമ്പ് എൻ്റെ ജീവൻ ഇതാ, ഇപ്പോൾ ഞാൻ മരിക്കും, നെഞ്ചിലാണ് അമ്പ് തറച്ചിരിക്കുന്നത്. പക്ഷേ ഈ വെള്ളം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കണം. കടമകളെ വിസ്മരിക്കാതിരിക്കുക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ കടമകളെ വിസ്മരിക്കാതിരിക്കുക. ഇന്ന് നമ്മൾ കാണുന്ന അവകാശങ്ങളെക്കുറിച്ച് പറയുന്നവരെയാണ്. ഞങ്ങൾക്ക് ഇന്നേ അവകാശമുണ്ട്, ഈ അവകാശം ലഭിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളത് പൂട്ടിക്കും. അങ്ങനെ പൂട്ടിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെ വലിയ ചരിത്രം. എല്ലാം പൂട്ടിച്ച ചരിത്രം. അവകാശങ്ങളുണ്ട് കടമകൾ ചെയ്യുന്നവർക്ക്. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇതിനെ EMS വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: കർമ്മത്തിൽ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ അധികാരമില്ല. എന്ന് വെച്ചാൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കുക, കൂലി ചോദിക്കരുത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. കർമ്മം ഈശ്വരാർപ്പണമായി ചെയ്താൽ കർമ്മഫലവും ഈശ്വരാർപ്പണമായിട്ട് ലഭിച്ചുകൊള്ളും. കർമ്മം ചെയ്യേണ്ടത് ഈശ്വരൻ്റെ നിശ്ചയമാണ്. ആ കർമ്മം അവനവൻ ചെയ്യണം. അത് ശൂദ്രൻ്റെ കർമ്മം ശൂദ്രൻ ചെയ്യണം, വൈശ്യൻ്റെ കർമ്മം വൈശ്യൻ ചെയ്യണം, ക്ഷത്രിയൻ്റെ കർമ്മം ക്ഷത്രിയൻ ചെയ്യണം, ബ്രാഹ്മണൻ്റെ കർമ്മം ബ്രാഹ്മണൻ ചെയ്യണം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോ റോളുകളുണ്ട്. ഈ വർണ്ണവ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ പാലാരിവട്ടത്ത് അല്ലെങ്കിൽ ഒരു മെട്രോ റെയിൽവേ നിർമ്മിക്കുന്നു, ആരായിരിക്കും അതിൻ്റെ ബ്രെയിൻ? നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലെയുള്ള ആളായിരിക്കും. അദ്ദേഹം കമ്പി വളകുമോ?
മണൽ കോരുവോ? ഇല്ല, അതിന് ബംഗാളികളുണ്ടാവും. പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ടവർ. മണൽ കോരി കൊടുത്താൽ മതി, കമ്പി വളച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇവരും വേണം, ശ്രീധരൻ സാറും വേണം, എങ്കിൽ മാത്രമേ മെട്രോ ഉണ്ടാവുള്ളൂ. എല്ലാവരും അവരവരുടെ ഡ്യൂട്ടിയെ കൃത്യമായി ചെയ്യുക, കടമകളെ മറന്നു പോകാതിരിക്കുക. ഇത് താപസകുമാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അച്ഛനും അമ്മയ്ക്ക് വെള്ളം രാവിലെ കൊടുക്കുക, അത് കടമയാണ്. ആ കടമ നിർവഹിക്കുന്നിടയിൽ മരണപ്പെടുമ്പോഴും മരിക്കുന്നതിന് തൊട്ടു മുമ്പും തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളല്ല പറയുന്നത്, അച്ഛനും അമ്മയ്ക്ക് വെള്ളം വേണം എന്നാണ്. രാജാവ് പോകുന്നു, കാര്യങ്ങൾ അച്ഛനോട് അമ്മയോട് പറയുന്നു. മകനെ കാണണമെന്നായി. കാണണം, രണ്ടുപേരും കണ്ണു കാണില്ല, മകൻ്റെ അരികിലെത്തണം. അവിടെ എത്തുന്നു. യഥാവിധി എൻ്റെ മകനെ സംസ്കരിക്കണമെന്ന് പറയുന്നു. രാജാവ് ചിത കൂട്ടി, ചിതയുടെ മുകളിൽ മകനെ വെച്ചു, തീ കൊടുത്തു. ആ തീയിലേക്ക് അച്ഛനും അമ്മയും ചാടി മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു ശാപം കൊടുത്തേച്ചു. ഞങ്ങളുടെ മകനെ ഓർത്ത് ദുഃഖിച്ച് ഞങ്ങൾ മരിക്കുന്നത് പോലെ തന്നെ ദശരഥ, നീയും നിന്റെ മകനെ ഓർത്ത് ദുഃഖിച്ച് മരിച്ചു പോകും. ശാപം വാങ്ങാതിരിക്കുക വളരെ പ്രധാന. ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ശാപം വാങ്ങാതിരിക്കുക. ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ ശാപം ഒരു തടസ്സമാണ്. ആരുടെ ശാപമാണ് വാങ്ങാതിരിക്കേണ്ടത്? രാവണനെ ആദ്യം ശപിച്ചത് രംഭയായിരുന്നു. പിന്നീടാണ് വേദവതി ശപിച്ചത്. പക്ഷെ രംഭ ശപിച്ചത് ഫലിച്ചില്ല. അത് ഫലിക്കില്ല. കാരണം ശപിക്കുന്നവർക്ക് അതിൻ്റെ യോഗ്യത വേണം. നമ്മുടെ സരിതയും സ്വപ്നയൊക്കെ ആരെങ്കിലും ശപിച്ചാൽ ഇത് ഫലിക്കുമോ? ഫലിക്കുന്നവർക്ക് അതിൻ്റെ യോഗ്യത വേണം, ശപിക്കുന്നവർക്ക്. എന്നാൽ വേദവതി ശപിച്ചു. അതോടുകൂടി കാമാർത്ഥിയോടുകൂടി പരസ്ത്രീയെ നീ നോക്കിയാൽ തന്നെ, സ്പർശിച്ചാൽ തന്നെ നീ മരിച്ചു പോകും. കാമാർത്ഥിയോടുകൂടി, അല്ലാതെ സീതയുടെ കൈകൊക്കെ കയറി പിടിക്കുന്നുണ്ട്, അത് കാമാർത്ഥിയോടുകൂടിയല്ല, അത് തട്ടിക്കൊണ്ടു പോകുവാനുള്ള വ്യഗ്രതയിൽ പിടിക്കുകയാണ്. അപ്പോൾ ആരും മരിച്ചിട്ടില്ല, രാവണൻ മരിച്ചിട്ടില്ല. കാമാർത്ഥിയോടുകൂടി നീ സ്പർശിക്കുന്നു പരസ്ത്രീയെങ്കിൽ നീ മരിച്ചു പോകുമെന്നായിരുന്നു ശാപം. ആ ശാപം ഫലിക്കും. ഇത് രാവണനറിയാം. കാരണം ശപിച്ചതാരാണ്? ചാരിത്രത്തിൻ്റെ നിറകുടമായ വേദവതിയാണ്. അല്ലാതെ മേനകരമ്പ തിലോത്തമ ഉർവശി ഒന്ന് ശപിച്ചാൽ ഇതൊന്നും ഫലിക്കാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? ശപിക്കുന്നവർക്ക് അതിൻ്റെ യോഗ്യത വേണം. എൻ്റെ ശബ്ദം പുറത്ത് ക്ലിയർ അല്ലേ? ഓക്കെ, എനിക്കിവിടെ യാതൊരു ഈ ശബ്ദം ക്ലിയർ ആവുന്നില്ല. ഇതിവിടെ സാർ കുറച്ചോളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ശാപം വാങ്ങാതിരിക്കുക, ശാപം കൊടുക്കാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രധാനമാണ്. എന്നിട്ട് ദശരഥ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് വരുന്നു. സങ്കടത്തോടുകൂടി മരിക്കാനുള്ള ശാപവും വാങ്ങിയിട്ടാണ് വരുന്നത്. കണ്ടപ്പോൾ വസിഷ്ഠമുനി ചോദിച്ചു, കുലഗുരു എന്താണ് ഇത്ര സങ്കടം? കഥകളൊക്കെ പറഞ്ഞു. ആന വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതി ഞാനൊരു താപസകുമാരനെ കൊല്ലേണ്ടി വന്നു, ഈ ചരിത്രമൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശാപവും കിട്ടി. പൊട്ടിച്ചിരിക്കുകയാണ് ഗുരുദേവൻ. അപ്പം ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? എനിക്ക് ശാപം കിട്ടിയിട്ട് അങ്ങേക്ക് സന്തോഷമാണോ? അല്ല, നിനക്കിട്ട് ശാപം എന്താണ്? പുത്രദുഃഖത്താൽ മരിക്കും. നീ കാട്ടിൽ പോയത് തന്നെ മക്കളില്ലാത്ത ദുഃഖം പരിഹരിക്കുവാൻ, ഒരു റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിനക്ക് കിട്ടിയ അനുഗ്രഹം എന്താണ്? പുത്രദുഃഖത്താൽ മരിക്കുമെന്നാണ് നിനക്ക് കിട്ടിയിരിക്കുന്ന ശാപം. അതുകൊണ്ട് നിനക്ക് മകനുണ്ടാകുമെന്ന കാര്യം തീരുമാനമായി. വീഴ്ചകളെ അവസരങ്ങളാക്കുക. ജീവിത വിജയത്തിൽ പരമപ്രധാനമാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക എന്നുള്ളതാണ്. ഒരാൾ കുഴിയിൽ വീഴുന്നു, തെറ്റല്ല. കുഴിയിൽ കിടക്കുന്നതാണ് തെറ്റ്. വീഴുന്നത് തെറ്റല്ല, കിടക്കുന്നതാണ് തെറ്റ്. വീണ കുഴിയിൽ തന്നെ വീണ്ടും വീഴുന്നത് തെറ്റാണ്. ഇന്ന് വീണ കുഴിയിൽ നാളെ വീണ്ടും പോയി വീഴുന്നത് തെറ്റാണ്. ജീവിതത്തിൽ പോരായ്മകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും സാമാന്യ ലോകത്ത്. ഈ പോരായ്മകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തെന്ന് കണ്ടെത്തി പരിഹരിക്കലാണ് അതിനുള്ള സൊല്യൂഷൻ. പ്രശ്നങ്ങളില്ലാത്ത ലോകമില്ല, പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികളും വളരെ അപൂർവമാണ്. ഇതിനെ കണ്ടെത്തി പരിഹരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ അത് ശാന്തമാക്കുന്നത്. അതുകൊണ്ടാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക എന്ന് ദശരഥ മഹാരാജാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഷെയറിങ്, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് 3 ഭാര്യമാരാണ്. അദ്ദേഹത്തിന് 3 ഭാര്യമാരാണ്: കൗസല്യ, കൈകേയി, സുമിത്ര. ഈ യാഗം നടത്തിയപ്പോൾ പായസം കിട്ടിയെന്നല്ലേ പറഞ്ഞല്ലേ? സങ്കല്പത്തിൽ പായസം അല്ലെങ്കിൽ ഔഷധക്കൂട്ട് എന്തും പറയാം. ഗർഭമാകാത്ത സ്ത്രീകൾക്ക് ഗർഭിണിയാകാൻ ഇന്നും ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ.
ഇത് ആദ്യം കൊടുത്തത് കൗസല്യക്കരികിലാണ്. കൗസല്യക്ക് വേണമെങ്കിൽ മുഴുവനും കുടിക്കാം. ഒന്നാമത്തെ ഭാര്യ കുടിച്ചാൽ ആരും കംപ്ലൈൻറ്റ് പറയില്ല. പക്ഷേ കാൽഭാഗം മാത്രം കുടിച്ചു. രണ്ടാമത് കൈകേയി കൊടുത്തു. കൈകേയി മന്ദരയെ കാണുന്നതിന് മുമ്പുള്ള കൈകേയും മന്ദരയെ കണ്ടതിന് ശേഷമുള്ള കൈകേയും, അങ്ങനെ കൈകേയി നമ്മൾ വേർതിരിക്കണം. ചിലരെ ജീവിതത്തിൽ കാണാൻ പാടില്ല, ജീവിതം കുളമായി പോകും. ചിലരെ ജീവിതത്തിൽ കാണണം, നമ്മുടെ ജീവിതം രക്ഷപ്പെടും. അതുകൊണ്ടാണ് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അത്ര വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഗുരുനാഥനെ തേടി ചെല്ലണമെന്ന് പറയുന്നു. നമ്മളായിട്ട് തീരുമാനമെടുത്താൽ ചിലപ്പോൾ അത് തെറ്റായി പോകും. ചിലപ്പോൾ നമ്മളൊരു കൗൺസിലറെ കാണും, സൈക്കോളജിസ്റ്റിനെ കാണും, എന്നിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. 100% വിശ്വസിക്കാവുന്ന സുഹൃത്തിനോട് നമ്മുടെ വിഷമതകളെ നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് തീരുമാനം ജോയിൻ്റായിട്ട് എടുക്കുമ്പോൾ ഒരു പരിധിവരെ അത് ശരിയായിരിക്കും. അപ്പോൾ ഇവിടെ ഷെയറിങ്, ജീവിതത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഷെയർ ചെയ്യേണ്ടവരോട് മാത്രം ഷെയർ ചെയ്യണം. ഞാനൊരാളോട് ഷെയർ ചെയ്തു, പിറ്റേ ദിവസം നാട് മുഴുവൻ പാട്ടായി എങ്കിൽ അത് നല്ല മിത്രമല്ല, നമുക്ക് അപകടകാരിയായ മിത്രമാണ്. അത്തരം മിത്രങ്ങളെ അകറ്റി നിർത്തുവാനും ശ്രദ്ധിക്കണം. നമുക്ക് ദോഷം ചെയ്യുന്ന, നമ്മുടെ വ്യക്തിത്വത്തിന് ഹാനികരമുണ്ടാക്കുന്ന ഇത്തരം മിത്രങ്ങൾ, ബന്ധങ്ങളെ അകറ്റി നിർത്തുവാനും നമുക്ക് കഴിയണം. ഗുരുദേവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദുർജനങ്ങളുമായിട്ട് കണക്കില്ലാത്ത അടി പാലിക്കണം. തേളിനോട് ഇത്ര, പാമ്പിനോട് ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദുർജനങ്ങളുമായിട്ട് കണക്കില്ലാത്ത അടി പാലിച്ചു കൊള്ളണം എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കൈകേയി കൊടുത്തു, കൈകേയി കാൽഭാഗം കുടിച്ചു, 2 ഭാഗം സുമിത്രയും കൊടുത്തു. എന്താണെന്നറിയില്ല, സുമിത്ര ഇരട്ട കുട്ടികളെ പ്രസവിച്ചു, ലക്ഷ്മണനെയും ശത്രുഘ്നെയും. ഭരതന് കൈകേയി ജന്മം നൽകി, കൗസല്യ രാമനും ജന്മം നൽകി. ഷെയറിങ്, എന്ത് കിട്ടിയാലും ഷെയറിങ്. മൂത്ത കുട്ടിയുടെ കയ്യിലാണ് ആദ്യത്തെ ചോക്ലേറ്റ് കൊടുത്തതെങ്കിൽ 2 or 3 പീസുകളാക്കി അച്ഛനും അമ്മയ്ക്കും ഇളയ കുട്ടിക്കും കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, ഒരു കോടതിയിലും വയസ്സുകാലത്ത് നിങ്ങൾ കയറേണ്ടി വരില്ല. ഇല്ലെങ്കിൽ അവൻ 1 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി കേസ് കൊടുക്കും. ഇത് അനുജനുള്ളതല്ല, എൻ്റേതാണ്. കാരണം ചെറുപ്പത്തിൽ അവൻ പഠിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് ആർക്കും കൊടുക്കരുത്, അനുജന് കൊടുക്കരുത്, ഇത് ഞാൻ മാത്രം വിഴുങ്ങേണ്ടതാണ് എന്ന്. ഷെയറിങ് ജീവിതത്തിൽ പ്രധാനമാണ്, കുടുംബത്തിൽ പ്രധാനമാണ്. ഉള്ളത് ഒരാൾക്കുള്ള ഭക്ഷണമാണെങ്കിൽ 4 പേർ ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴാണ് ആ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിക്കുന്നത്. അപ്പോൾ അവിടെയാണ് രാമായണത്തിൽ ഈ രംഗം നമ്മെ ഷെയറിങ്ങിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം തന്നെ 1000 മാനുഷിക തത്വങ്ങളാണ്. അതെല്ലാം വിശദീകരിക്കുവാൻ നമുക്ക് സമയപരിമിതിയുണ്ട്. ഇന്ന് മഹാഭാരതത്തെയും കുരുക്ഷേത്രത്തെയും അധികരിച്ചുകൊണ്ട് സംസാരിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. മഹാഭാരതത്തിൽ ആദ്യത്തെ രംഗം തന്നെ ശന്തനു മഹാരാജാവ് ഗംഗയെ കാണുന്നതാണ്. ഗംഗ അതീവ സുന്ദരിയാണ്. ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷന് അവളോട് മോഹമുദിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ ഐ ലവ് യു പറയാം. പക്ഷേ പെൺകുട്ടികൾ നോ പറയുവാനും ആൺകുട്ടികൾ നോ കേൾക്കുവാനും തയ്യാറാകണം. ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വന്നു ചേരുന്ന പ്രണയത്തെ തിരസ്കരിക്കുവാൻ പെൺകുട്ടി തയ്യാറാവണം. കാരണം 18ാമത്തെ വയസ്സിലാണ് പ്രണയം തലക്ക് പിടിച്ചതെങ്കിൽ എപ്പോൾ പരീക്ഷ കുളമായി എന്ന് ചോദിച്ചാൽ മതി. ജീവിത ലക്ഷ്യം വഴിയിൽ വെച്ചെല്ലാം മുടങ്ങിപ്പോകും. അപ്പം നോ പറയുവാനും നോ കേൾക്കുവാൻ ആൺകുട്ടിയും തയ്യാറാകണം. ശന്തനു മഹാരാജാവ് ഗംഗയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ഗംഗയോട് പ്രണയാഭ്യർത്ഥന നടത്തി. ഞാൻ നിന്റെ കല്യാണം കഴിച്ചോട്ടെ എന്നാണ് ചോദിച്ചത്. ഗംഗ സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു, ഒരു സംഗതി ഇങ്ങോട്ട് പറയരുത്. നോ, നമ്മുടെ ബന്ധത്തിൽ നോ ഇല്ല. ഞാൻ എന്തും ചെയ്യും, ഞാൻ എന്തും പറയും, പക്ഷെ എന്നെ തിരുത്തരുത്. വളരെ നരകമായിരിക്കും ആ ജീവിതം, തിരുത്തപ്പെടാത്ത ജീവിതം, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം. ഗംഗ അങ്ങനെ തന്നെ ചെയ്തു. 1ാമത്തെ കുട്ടി പറഞ്ഞപ്പോൾ കൊണ്ടുപോയിട്ട് നദിയിലിട്ടു. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. 2ാമത്തെ കുട്ടി ജനിച്ചു, നദിയിലിട്ടു. 3ാമത്തെ കുട്ടി ജനിച്ചു, നദിയിലിട്ടു. അങ്ങനെ 7 കുട്ടികളെ കൊണ്ടുപോയി നദിയിലിട്ടു. ഗംഗ വഴിക്ക് പോവുകയും ചെയ്തു. കുട്ടി ആര് കിട്ടി? ശന്തനുവിന് കിട്ടുകയും ചെയ്തു. ഈ കഥയൊക്കെ നമുക്ക് വിസ്തരിച്ചറിയാം. പക്ഷേ ഈ കഥയ്ക്ക് പിറകിൽ മറ്റൊരു കാരണമുണ്ട്. അത് ഞാൻ അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാകുവാൻ 2 തരം ലവ് ഉണ്ട്. അതിൽ 1ാമത്തെ ലവ് ആണ് നമുക്ക് ആവശ്യം, അൺകണ്ടീഷണൽ ലവ്. 2ാമത്തേത് കണ്ടീഷണൽ ലവ് ആണ്. കണ്ടീഷൻ വെക്കുക ജീവിതത്തിൽ. ഭാര്യ ഭർത്താവിനോട് കണ്ടീഷൻ, ഭർത്താവ് ഭാര്യയോട് കണ്ടീഷൻ, മക്കളോട് അച്ഛനും അമ്മയും കണ്ടീഷൻ. ഞാൻ നിന്നെ എന്തിനാ വളർത്തുന്നതെന്നറിയോ? വലുതായിട്ട് എന്നെ നോക്കാൻ.
എന്നെ വലുതായിട്ട് നോക്കാനാണ് ഉറപ്പായിട്ട് അവർ നോക്കിയിരിക്കില്ല. എന്നെ വലുതായിട്ട് നോക്കാനാണ് ഞാൻ ഇപ്പോൾ നിന്നെ വളർത്തുന്നത്, അത് കണ്ടീഷനാണ്. ഇങ്ങനെ കണ്ടീഷൻ ജീവിതത്തിൽ പ്രസവിച്ചതിൻ്റെ കണക്ക് പറയുക, 10 മാസം വയറ്റിൽ ധരിച്ചതിൻ്റെ കണക്ക് പറയുക, ഇങ്ങനെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് കണ്ടീഷൻ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. കണ്ടീഷണൽ ലവ് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. അൺകണ്ടീഷണൽ ലവ് ഒരു കണ്ടീഷനും വീട്ടിലില്ല, ഒരു എഗ്രിമെൻറ്റും ഇല്ല. ബന്ധങ്ങൾ നിലനിൽക്കുന്ന എഗ്രിമെൻറ്റിലാണോ? ചിലപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനൊക്കെ പല എഗ്രിമെൻറ്റും വേണ്ടി വരും. രാജ്യത്തിന് ഭരണഘടന ഉണ്ടാവും. നമ്മുടെ എല്ലാം വീട്ടിൽ ഭരണഘടനയുണ്ട്, എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാവും. നമ്മുടെ എല്ലാം വീട്ടിൽ ഇല്ല. നമ്മുടെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിച്ചത്? അല്ല. അച്ഛനും അമ്മയും സ്നേഹിച്ച് ഒരായുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിച്ചത് ഏതെങ്കിലും ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരുന്നോ? അല്ല. അപ്പം ഭരണഘടന ജീവിതത്തിലില്ല. എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം. ഒന്നിനോടും കണ്ടീഷനില്ലാത്ത സ്നേഹം. തിരിച്ച് പ്രതീക്ഷിക്കാത്താണ് അൺകണ്ടീഷണൽ ലവ്. തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടിയ ലാഭം. പക്ഷെ തിരിച്ച് പ്രതീക്ഷിച്ചാൽ നമുക്കത് ലഭിച്ചില്ലെങ്കിലോ നമ്മൾ നിരാശയിലായി പോകും. അപ്പോൾ ശന്തനു മഹാരാജാവും ഗംഗയും തമ്മിലുള്ള ബന്ധം നമ്മെ പഠിപ്പിക്കുന്നു കണ്ടീഷണൽ ലവ്. മഹാഭാരതത്തിൽ വലിയൊരു തത്വമാണത്. പിന്നെ എന്തിനാണ് ഗംഗാദേവി ഈ 7 മക്കളെ കടലിൽ എറിഞ്ഞത്? അത് അഷ്ടവസുക്കളുടെ ഒരു കഥയുണ്ട്. അഷ്ടവസുക്കൾ 8 പേര്, ദേവന്മാർക്ക് തുല്യമായ പദവിയാണ് വസുക്കൾ. ഒരു ദിവസം വസിഷ്ഠ മുനിയുടെ പശുവിനെ കണ്ട് മോഹിച്ചു പോയി. പശു അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പശുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്തോ ഒരു ഭ്രമം. അങ്ങനെ 8-മൻ പറഞ്ഞു, നമുക്ക് പോക്കാം, ഇതിനെ മോഷ്ടിക്കാമെന്ന് പറഞ്ഞു. 7 പേരും സപ്പോർട്ട് ചെയ്തു. 8-മൻ പശുവിനെ മോഷ്ടിച്ചു. കയ്യോടെ പിടിച്ചു മഹർഷി. 8 പേർക്കും ശാപം കൊടുത്തു, ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുവാൻ ഇടവരട്ടെ. സഹിക്കാൻ പറ്റുമോ? ദേവന്മാരാ. പെട്ടെന്ന് മനുഷ്യന്മാരായി പോയാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ വന്നിട്ട് കാല് പിടിച്ചു, മാപ്പ് പറഞ്ഞു, ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 8-മന് ശാപമോക്ഷമില്ല, എന്നാൽ 7 പേർ കക്കുവാൻ കൂടെ നിന്നവരാണ്. നമ്മൾ പറയാറുണ്ട് കള്ളന് കഞ്ഞി വെച്ചവർ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതാണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദോഷം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഞങ്ങളിപ്പോൾ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾ പറയാം, ഒരു വണ്ടി നിറയെ സ്വാമിമാർ ഹൈവേയിൽ ഇറങ്ങിയിരിക്കുക. നമ്മുടെ പുതിയ ഹൈവേ വരുന്നില്ലേ, 6 വരിപ്പാത, അവർ നിരന്ന് നിന്ന് ഹൈവേ സൈഡിൽ ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക. മൊത്തം ഹിന്ദുക്കളെ പറയിപ്പിക്കുവാൻ ഇങ്ങനെ കുറച്ച് ആളുകൾ മതിയാവും. അത് സാമൂഹ്യ ശുചിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മൂത്രം ഒഴിക്കേണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിലൊക്കെ ചില സ്ഥലങ്ങളുണ്ട്. പബ്ലിക് ഹൈവേയിൽ ആ കോൺക്രീറ്റ് കമ്പിയുടെ മുകളിലാണ് ഒഴിക്കുന്നത്. എനിക്കറിയില്ല എവിടുത്തുകാരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു സമൂഹത്തെ മൊത്തം വിലയിരുത്തുവാൻ ഒരൊറ്റ വ്യക്തി ഹൈവേ സൈഡിൽ മൂത്രം ഒഴിച്ചാൽ മതി. ഹിന്ദുക്കൾ മൊത്തം ഇങ്ങനെയാണ് എന്നങ്ങ് പറയും. നമ്മൾ കാണാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു വ്യക്തിയല്ല, നമ്മളൊരു ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഒരു മുസ്ലിം അത് ചെയ്യില്ല. ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയായിരിക്കാം എല്ലാവരെയും വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇസ്ലാം എല്ലാം ഭീകരന്മാരല്ല. എന്നാൽ അമേരിക്കയിൽ ചെല്ലുന്ന ഇസ്ലാം മത വിശ്വാസിയായ ഓരോരുത്തരെയും തുണി അഴിച്ച് പരിശോധിക്കും. 6-7 മണിക്കൂർ സമയം എയർപോർട്ടിൽ നിരന്തരമായ ചെക്കിങ്ങിന് വിധേയമാക്കും. എന്നാൽ നിങ്ങളൊരു ഹിന്ദു ആണോ, ഒരു ചന്ദനക്കുറി ഉണ്ടോ, പോയിക്കൊള്ളാൻ പറയും. ജസ്റ്റ് ഒരു ചെക്കിങ്. നമുക്ക് അത്രയും സ്വീകാര്യതയുണ്ട്. ഇവിടെ മൂത്രമൊഴിച്ച പ്രശ്നമല്ല ഞാൻ പറഞ്ഞു വന്നത്, ലോകമെമ്പാടും നമുക്ക് അത്രമാത്രം സ്വീകാര്യതയുണ്ട്. അവിടെയാണ് പാൽപ്പായസം മനോഹരമാണ് എന്ന് കരുതി 100 ലിറ്റർ പാൽപ്പായസത്തിലേക്ക് 50 ml മണ്ണെണ്ണ വീണാലോ ആ പാൽപ്പായസം ഉപയോഗശൂന്യമായി തീരും. അഷ്ടവസുക്കൾ വളരെ നല്ലവരാണ്. 8-മനാണ് ഈ ദുർബുദ്ധി തോന്നിയത്. അതുകൊണ്ട് 7 പേരും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് പറ്റുന്ന തെറ്റ് ആ കുടുംബത്തിൽ വലിയ മാനഹാനിയെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചു പോയി കുന്തിയോട്, കല്യാണത്തിന് മുമ്പ് അന്നും ഇന്നും പ്രസവിക്കരുത്. പ്രസവിച്ചാൽ നമ്മൾ ഉൾക്കൊള്ളുവാൻ കഴിയില്ല. എൻ്റെ മകൾ കോളേജിൽ നിന്ന് വന്നത് ഗർഭിണിയായിട്ടാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു അമ്മയും ഇക്കൂട്ടത്തിലുണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല. വിവാഹത്തിന് മുമ്പ് രാജകുമാരി പ്രസവിച്ചു. അത് അക്ഷന്തവ്യമായ തെറ്റാ. രാജാവ് യഥാ രാജ തഥാ പ്രജ എന്നാണ്. രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പ്രജകൾ. അപ്പം രാജാവിൻ്റെ മകളാണ് കല്യാണത്തിന് മുമ്പ് കർണനെ പ്രസവിക്കുന്നത്, സൂര്യഭഗവാനിൽ നിന്ന് സ്വീകരിച്ചിട്ട്. എന്ത് ചെയ്യണം?
ഉപേക്ഷിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. കുന്തിയുടെ വ്യക്തിപരമായ കാര്യമാണ് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ എത്രയോ മേലെയാണ് രാഷ്ട്രഹിതം. ഭാര്യ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, പക്ഷെ അതിൻ്റെ എത്രയോ മേലെയാണ് രാജധർമ്മം. അതുകൊണ്ടാണ് സീതാദേവിയെ ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് കർണനെ ഒരു കുടത്തിലാക്കിയിട്ട്, ഒരു പെട്ടിയിലാക്കിയിട്ട് ഉപേക്ഷിക്കുന്നത്. ഇതെല്ലാം ചുമ്മായല്ല, വലിയ വലിയ തത്വങ്ങളെ പഠിപ്പിക്കുന്നു നമ്മളെ. കല്യാണത്തിന് മുമ്പ് രാജകുമാരി പ്രസവിച്ചാൽ രാജ്യത്തിലെ മറ്റ് സ്ത്രീകളുടെ അവസ്ഥ എന്താകും? എങ്ങനെ രാജാവ് നിയമം നടപ്പിലാക്കും? രാജാവ് എങ്ങനെ ധാർമ്മികത സംസാരിക്കും? രാജാവിന് എങ്ങനെ ചാരിത്രശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയും? എല്ലാം രാജാവിന് രാജിവെക്കേണ്ടി വരും. രാജാവിന് അധികാരം ഭ്രഷ്ടനാക്കപ്പെടും രാജാവ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് എല്ലാവരെയും ബാധിക്കുന്നു. ഇതുപോലെ അഷ്ടവസുക്കളിലെ 8ാമൻ ചെയ്ത തെറ്റ് 7 പേർക്കും ശാപമായി വന്നു. അപ്പോൾ ഒരു ശാപമോക്ഷം കൊടുത്തേച്ചു. നിങ്ങൾ ഭൂമിയിൽ ജനിച്ച ഉടനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റും. അതുകൊണ്ട് ജനിച്ചു ഉടനെ നദിയിലൂടെ അവർ തിരിച്ച് പോയി എന്നാണ് സങ്കല്പം. അതിൽ 8ാമനാണ് കട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഗംഗാദത്തൻ പിന്നീട് ഭീഷ്മരായിട്ട് അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നു. അങ്ങനെ മഹാഭാരതം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മഹാഭാരതത്തിൽ ശന്തനു മഹാരാജാവിന് സത്യവതിയോട് മോഹം തോന്നുന്നു. ഗംഗ പോയപ്പോൾ സത്യവതിയോട് മോഹം തോന്നുന്നു. യയാതി എന്നൊരു കഥാപാത്രമുണ്ട് മഹാഭാരതത്തിൽ. 10,000കണക്കിന് സ്ത്രീകളെ ഭോഗിച്ചു മതിയാകാഞ്ഞിട്ട് സ്വർണ്ണ നിറത്തിലുള്ള തലമുടിയുള്ള പെൺകുട്ടിയെ തേടി നടക്കുന്ന യയാതി, ഭോഗിച്ച് മതിയാകാഞ്ഞിട്ട് പുരു എന്ന തൻ്റെ മകനോട് യൗവനം ചോദിച്ചു വാങ്ങുന്ന യയാതി. എന്നിട്ട് യയാതി അവസാനം പറയുന്നുണ്ട് നജാതു കാമകാമാനാം ഉപഭോഗേന ശമ്യതി. ഇന്ദ്രിയപരമായ ഭോഗങ്ങൾ കൊണ്ട് ആഗ്രഹങ്ങൾ ശമിക്കുന്നില്ല. കത്തിയാളുന്ന അഗ്നിയിലേക്ക് നെയ് കോരി ഒഴിക്കും തോറും അഗ്നി ആളി കത്തിക്കൊണ്ടേയിരിക്കുന്നു. അഹല്യ ദേവേന്ദ്രനെ കണ്ട് മോഹിച്ചു പോയതാ. അല്ലാതെ ഭർത്താവിൻ്റെ ഷർട്ട് ഇട്ടിട്ട് അടുത്ത വീട്ടുകാരൻ വന്നാൽ നമ്മൾ ഭർത്താവാണെന്ന് ധരിക്കുമോ? ഇല്ല. ദേവേന്ദ്രനെ കണ്ട് മോഹിച്ചു പോയി ഒരു മാത്രയിൽ. മഹർഷി കയ്യോടെ പിടിച്ചു, ശില പോലെ ജീവിച്ചു. തെറ്റ് സ്വാഭാവികം. തിരുത്തി അഹല്യ ശില പോലെ ജീവിച്ചു രാമനെ കാണുന്നത് വരെ. രാമനെ കണ്ടു, രാമൻ്റെ പാദങ്ങളിൽ തൊട്ട് വണങ്ങിയപ്പോൾ വാൽമീകി രാമായണത്തിൽ ശിലയൊന്നും ആകുന്നില്ല. ശില പോലെ ജീവിച്ചു, കല്ലുപോലെ ജീവിച്ചു എന്നൊക്കെയാണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, സത്യവതിയെ കണ്ട് മോഹിച്ചു പോയി. സത്യവതി മുക്കുവ സ്ത്രീയാണ്. വളരെ വളരെ പാവപ്പെട്ട ഒരു കുടിലാണ് താമസിക്കുന്നത്. മത്സ്യകന്യകയാണെങ്കിലും അതീവ സുഗന്ധത്തോടു കൂടിയവളാണ്. കണ്ട മാത്രയിൽ തന്നെ മോഹിച്ചു പോയി. അപ്പോൾ അച്ഛനോട്, മുക്കുവനോട് തൻ്റെ മകളെ കല്യാണം കഴിച്ചു തരുമോ എന്ന് രാജ്യത്തിൻ്റെ ചക്രവർത്തി ചോദിക്കുന്നു, മന്ത്രിയെ വിട്ടിട്ട്. അപ്പോൾ പറയുന്നു, നിങ്ങളുടെ രാജാവിനൊരു മകനുണ്ടല്ലോ, അവനായിരിക്കില്ല അവിടുത്തെ രാജാവ് എന്ന്. അതായിരിക്കും. മന്ത്രി തിരിച്ചു വരുന്നു. പിന്നീട് രാജാവ് തന്നെ നേരിട്ട് പോവുകയാണ്. രാജാവിനോട് ഒരു മുക്കുവൻ കണ്ടീഷൻ, വിലപേശൽ നടത്തുകയാണ്. ഈ രാജ്യത്തിൻ്റെ ധാർമ്മിക വ്യവസ്ഥിതി അങ്ങനെയായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണക്കാരനായ മുക്കുവന് മഹാചക്രവർത്തിയോട് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ തുറന്നു പറയാം. എൻ്റെ മകളിൽ ജനിക്കുന്ന കുഞ്ഞിനെ രാജാവാക്കുവാൻ നിങ്ങളുടെ മകൻ തടസ്സമാണ്. അതുകൊണ്ട് എൻ്റെ മകളെ നിങ്ങൾക്ക് കെട്ടിച്ച് തരില്ല. ആരാണ് പറയുന്നത്? അന്നത്തെ ജീവിതത്തിന് 4 മീൻ പിടിച്ച് വിൽക്കുന്ന മുക്കുവൻ ഒരു മഹാരാജ്യത്തിൻ്റെ ചക്രവർത്തിയോട് പറയുന്നു, എൻ്റെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് തരണമെങ്കിൽ സത്യവതിയിൽ ജനിക്കുന്ന കുഞ്ഞിനെ രാജാവാക്കി മാറ്റണമെന്ന് പറയുന്ന ധാർമ്മിക വ്യവസ്ഥിതി. ഉത്തര കൊറിയയിലെ സ്വേച്ഛാധിപതി ഇന്നൊരു പെൺകുട്ടിയെ കണ്ട് മോഹിച്ചാൽ ഇന്ന് രാത്രി അവൾ അവിടെ എത്തിയിരിക്കണം. ചോദ്യം അങ്ങോട്ടില്ല. തല ഖണ്ഡം തുണ്ഡമാക്കും. ഇവിടെ നോക്കൂ, ദ്വാപരയുഗത്തിൽ മഹാഭാരതത്തിൻ്റെ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ധാർമ്മിക വ്യവസ്ഥിതി നോക്കൂ. ഒരു മുക്കുവൻ വിലപേശുന്നു. ആരോട്? ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയോട്. രാജാവിന് ഭരണത്തിനൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിരാശനായിട്ട് ദുഃഖിച്ച് സത്യവതിയെ ഓർത്ത് ഒടുവിൽ ഈ കാര്യം ആരറിയുന്നു? ഗംഗാദത്തൻ അറിയുന്നു. അച്ഛന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി മോൻ പോവുകയാണ്. അച്ഛന് പെണ്ണാലോചിച്ച് പോവുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പ്രതിജ്ഞ എടുക്കുന്നു. ഭീഷ്മമായ ആ പ്രതിജ്ഞയ്ക്കൊടുവിൽ അദ്ദേഹം ആരായി മാറി? ഭീഷ്മരായി മാറി. നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീക്കും സ്ഥാനമില്ല. അതുകൊണ്ട് ഞാനും രാജാവാകില്ലെന്ന് മാത്രമല്ല, ഞാൻ കല്യാണം കഴിച്ചാലാണല്ലോ കുട്ടികളുണ്ടായിട്ട് പ്രോബ്ലം ഉണ്ടാവുക.
അതും വേണ്ട. അച്ഛനു വേണ്ടിയിട്ട് ബ്രഹ്മചര്യം തിരഞ്ഞെടുക്കുന്ന മകൻ, അച്ഛൻ്റെ കാമാർത്തി പൂർത്തീകരിക്കുവാൻ വേണ്ടി നൈഷ്ഠിക ബ്രഹ്മചാരിയാകുന്ന മകൻ ഒരു ഭാഗത്ത്, അച്ഛൻ്റെ വാക്കു പാലിക്കുവാൻ അച്ഛൻ ഹൃദയം പൊട്ടി യാത്രയാക്കുന്ന മകൻ രണ്ടാമതൊരു ഭാഗത്ത്. രണ്ടച്ഛനെയും പഠിക്കണം. ഒന്നാമത്തെ അച്ഛൻ കാമാർത്തി കൊണ്ട് മകനെ നൈഷ്ഠിക ബ്രഹ്മചാരിയാക്കുന്നു. രണ്ടാമത് അച്ഛൻ പറയുന്നുണ്ട്, രാമ, നീ എന്നോട് യുദ്ധം ചെയ്യും, നീ രാജ്യത്തെ പിടിച്ചടക്കൂ, കാരണം വാക്കു കൊടുത്തത് ഞാനാണ്, നിനക്കിത് ബാധകമല്ല. രാമൻ പറയുന്നു, ഞാൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിൽ ഈ വാക്കിന് പ്രസക്തി ഉണ്ടായിരുന്നു. അച്ഛൻ പറയുന്ന വാക്ക് ഞാൻ അനുസരിച്ചേനെ. പക്ഷേ ഇപ്പോൾ ഞാൻ രാജാവല്ല, ഞാൻ പുത്രനാണ്. പുംനാമ നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവനാണ് പുത്രൻ എന്ന് പറയുന്ന രണ്ട് മക്കളും രണ്ടച്ഛനെയും നമ്മൾ ജീവിതത്തിൽ ഒന്ന് കമ്പയർ ചെയ്യണം. അങ്ങനെ സത്യവതി ആര് കല്യാണം കഴിച്ചു? ശന്തനു മഹാരാജാവ് കല്യാണം കഴിച്ചു. അതിൽ രണ്ട് മക്കൾ പിറന്നു. ഒരാൾ ഒരു ഗന്ധർവനുമായ യുദ്ധത്തിൽ മരിച്ചുപോയി. തൊട്ടടുത്ത രാജ്യത്തിൽ 3 രാജകുമാരിമാരുടെ കല്യാണം നടക്കുന്നു. അംബാംബിക, അംബാലിക. സ്വയംവരമാണ് സ്ത്രീകൾക്ക്. ഇഷ്ടപ്പെട്ട പുരുഷനെ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഭാരതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സ്ത്രീയെ അവഹേളിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ഹിന്ദുവിനെ പറഞ്ഞുകൊണ്ട്, അതായത് സ്ത്രീകൾ ഒരു ഇരുണ്ട യുഗത്തിൽ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 100-500 വർഷത്തിനിടയിൽ വല്ലാത്ത അവസ്ഥയിൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്പൂതിരി കുടുംബങ്ങളിലെ സ്ത്രീകളൊക്കെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ട 70 വയസ്സുകാരും 18 വയസ്സുകാരിയെ കല്യാണം കഴിക്കുന്നതൊക്കെ വല്ലാത്ത രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഹിന്ദുക്കൾ മാറ്റി. ഒരുപാട് പ്രശ്നങ്ങൾ ഹിന്ദുവിലുണ്ടായിരുന്നു, ഹിന്ദുക്കളായിട്ട് മാറ്റിയതാണ്. അതിൽ മറ്റൊരുത്തനും ഷെയറില്ല കേട്ടോ. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, മഹാത്മാ അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ, പണ്ഡിറ്റ് കറുപ്പൻ, ആർ ശങ്കർ, കുമാരനാശാൻ, സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആചാര്യന്മാരും നവോത്ഥാന നായകന്മാരും ചേർന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇന്ന് മന്നത്തിൻ്റെ ജന്മദിനമാണ്. വിപ്ലവകാരിയാണ് അദ്ദേഹം. മന്നത്ത് പത്മനാഭൻ പിള്ള എന്നാരും വിളിക്കാറില്ല. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പിള്ളയായിരുന്നു. എൻ്റെ പേരിലെ പിള്ള പുലയനെയും പറയനെയും എന്നോട് അടുപ്പിക്കുവാൻ തടസ്സമാണ് എങ്കിൽ എനിക്ക് ആ പേര് വേണ്ട, ആ വാല് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് 924 വൈക്കം സത്യാഗ്രഹ വേദിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം നടത്തിയ ഒരു യാത്രയുണ്ടായിരുന്നു. തുടക്കത്തിൽ 500 പേരാണ്. പക്ഷെ മന്നമാണ് നേതൃത്വം എന്ന് കണ്ടപ്പോൾ ഈ വൈക്കത്തെത്തുമ്പോഴേക്ക് 5000-ൽ പരം ആളുകൾ ആ ജാഥയിൽ അണിനിരുന്നു. മന്നത്തിൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നുപോയി. ഒരിക്കൽ ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളെയും പുലയ സമൂഹത്തിൽപ്പെട്ട ആളെയും കൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി. കാരണം നായർ ഇലയെടുക്കേണ്ട ആവശ്യമില്ല. ഈ പുലയനോടും പറയനോടും അവർക്ക് അമ്മ വിളമ്പിക്കൊടുക്കുമോ ഭക്ഷണം കൊടുക്കുമോ, എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുക? എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ മാത്രം മാറിയിട്ട് കാര്യമില്ല, അച്ഛനും അമ്മയും മാറിയില്ലല്ലോ എന്ന് വല്ലാതെ തളർന്ന് വിയർത്തുപോയി മന്നം. കാരണം ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെയും ഏകീകരണത്തിൻ്റെയും വിപ്ലവകാരിയുടെ വീട്ടിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട് എന്ന് ഈ പുലയ സമൂഹത്തിൽപ്പെട്ട ഈഴവ സമൂഹത്തിൽപ്പെട്ട ആൾ പുറത്തുപോയി പറഞ്ഞാൽ അതോടുകൂടി മന്നം തീർന്നു. മന്നത്തിൻ്റെ വീട്ടിൽ നടക്കാത്ത വിപ്ലവം സമാജത്തിൽ നടത്തുവാൻ മന്നം പരിശ്രമിക്കുന്നു എന്നറിഞ്ഞാൽ അത് മന്നം എന്ന ധീര വിപ്ലവകാരിക്കുണ്ടാകുന്നത് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വളരെ വലുതായിരുന്നു. പക്ഷേ ആ അമ്മ അത് കണ്ടറിഞ്ഞു. എങ്ങനെയാണോ മന്നത്തിനെ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും കൈകാര്യം ചെയ്തു. ഭക്ഷണം കൊടുത്തു, വിളമ്പി അവിടെ ഇല അമ്മ തന്നെ മടക്കിയെടുത്ത് കൊടുത്തു. അപ്പോൾ അമ്മയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് മന്ന. ഇങ്ങനെയുള്ള അമ്മമാർ കൂടിയാണ് ഇത്തരം മക്കളെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മന്നത്തിൻ്റെ ജയന്തി ഇന്ന് നടക്കുമ്പോൾ അദ്ദേഹത്തെ ഓർക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. കാരണം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ മന്നത്തിനുണ്ടായ വലിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ ഹിന്ദുക്കൾ കൊടുത്തൊരു പണിയായിരുന്നു അത്. കൊട്ടാരക്കര നായർ സമൂഹത്തിൻ്റെ ശക്തി കേന്ദ്ര, മന്നവും ആർ ശങ്കറും എന്ന് പറഞ്ഞാൽ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. ഒരാൾ SNDPയുടെ നേതാവാണ്, ഒരാൾ NSSൻ്റെ സ്ഥാപക നേതാവാണ്. ഇവർ രണ്ടുപേരും അത്രയേറെയാണ്. ഒരു മൈക്കൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ മൈക്കിന് മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ വോള്യം കുറച്ച് കൂടുതലായ സമയത്ത് ആർ ശങ്കർ പറഞ്ഞു, അല്പം പിറകോട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. സ്നേഹത്തോടു കൂടി പറഞ്ഞാണ്. അപ്പോൾ മന്നം പറഞ്ഞു, എന്നോട് പിറകോട്ട് നിൽക്കുവാൻ പറയാൻ ധൈര്യം ആർക്കുണ്ട്?
പക്ഷേ ശങ്കർ പറഞ്ഞാൽ ഒരടിയല്ല രണ്ടടി ഞാൻ പുറകിൽ നിൽക്കും എന്ന് പറഞ്ഞ് അത്രയും സ്നേഹമായിരുന്നു. തമാശയായിട്ട് അദ്ദേഹം ആ വേദിയെ കൈകാര്യം ചെയ്തതാണ്. അങ്ങനെ കൊട്ടാരക്കരയിൽ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് മന്നം പറഞ്ഞു, ആർ ശങ്കർ ഇവിടെ മത്സരിക്കണം, ആർ ശങ്കർ വിജയിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്, ഞങ്ങൾ വിജയിപ്പിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നിർഭാഗ്യവശാൽ ആർ ശങ്കർ തോറ്റുപോയി. അതോടുകൂടി അത് മന്നത്തിന് വല്ലാത്ത വിഷമത്തെ ഉണ്ടാക്കി. മന്നമായിരുന്നുവെങ്കിൽ ഈസിയായിട്ട് വിജയിച്ചേനെ. പക്ഷേ മന്നം നിർത്തി SNDPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നൊരു വിഷമത അവിടെ ഉണ്ടായി. അന്ന് ആർ ശങ്കർ ജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ ഈ പീഡനങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ശബരിമല ഈ പറഞ്ഞ പിണറായി വിജയനും കൂട്ടരൊക്കെ എന്താക്കി, രഹന ഫാത്തിമവരെ കയറ്റിയിട്ട് കനകദുർഗയും ബിന്ദുവിനെയൊക്കെ കയറ്റിയ സംഭവങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന് സാന്ദർഭികവശാൽ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. കാരണം മഹാത്മാക്കളുടെ ജന്മത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ അവർ നിറവേറ്റും. ഹിന്ദു മഹാമണ്ഡലം അവർ രൂപീകരിച്ചു. ഹൈന്ദവ ഏകീകരണത്തെക്കുറിച്ചും ഹൈന്ദവ ഐക്യത്തെക്കുറിച്ചും അവർ സംസാരിച്ചു. എല്ലാവരെയും പീഡിപ്പിച്ചു. ആ പീഡനത്തിൽ നിന്ന് ഹിന്ദുക്കൾ കരകയറി. ഇന്ന് പുലയനും പറയനും നായർക്കും നമ്പൂരിക്കും ഒരു ശബരിമല, ഒരു വൈക്കം, ഒരു കാടാമ്പുഴ, ഒരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാം ഒന്നിപ്പിക്കുവാൻ കഴിയുന്നു ശബരിമലയ്ക്ക്. അതുകൊണ്ടാണ് ശബരിമല കെട്ട് പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ആനുകാലിക വിഷയമാണ്. നമ്മൾ ഇതിനെക്കുറിച്ചും നല്ല അവയർനെസ് ഉള്ളവരാണ് എന്ന് എനിക്കറിയാം. അംബിക അംബാലിക ഇവിടെ കല്യാണം. ഈ സത്യവതിയുടെ മകനെ ക്ഷണിച്ചിട്ടില്ല. ഭീഷ്മർ എന്ത് ചെയ്തു? ബലമായിട്ട് 3 പെൺകുട്ടികളെ ഇറക്കി കൊണ്ടുവന്നു. ഹീറോയിസമാണ് സിനിമയിൽ. പക്ഷെ നമ്മുടെ വീട്ടിലെ കുട്ടിയായിരുന്നെങ്കിലോ ഹീറോയിസ് ആയിരിക്കുമോ? കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഇന്നേ ഒരാളെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് കരുതി ഒരു വീരൻ വന്നിട്ട്, ഒരു വില്ലാളി വീരൻ വന്നിട്ട് നമ്മുടെ വീട്ടിലെ 3 പെൺകുട്ടികളെ മണ്ഡപത്തിൽ നിന്നും ഇറക്കി കൊണ്ടുപോകുന്നത് ശരിയാണോ തെറ്റാണോ? തെറ്റായൊരു പ്രവൃത്തി ഭീഷ്മർ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ മരണമുണ്ടായി. എത്ര വലിയ കാര്യങ്ങളാണ് മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത്. അമ്പ പറഞ്ഞു, ഞാൻ മറ്റൊരു രാജാവിനെ സ്വാലനെ സ്നേഹിക്കുന്നുണ്ട്. അമ്പയെ വെറുതെ വിട്ടു. പക്ഷെ സ്വാലൻ സ്വീകരിക്കാൻ തയ്യാറായില്ല. തിരിച്ചു വന്നിട്ട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു, തയ്യാറായില്ല. അതോടുകൂടി അമ്പ പ്രതികാരദാഹിയായി മാറി. അവൾ ആത്മാഹുതി നടത്തി ശിഖണ്ഡിയായി പുനർജനിച്ചു. ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് ആയിരക്കണക്കിന് അമ്പുകൾ ശരീരത്തിലൂടെ കയറിയിട്ട് ആ ശരശയ്യയിൽ കിടന്നിട്ട് എത്ര ദിവസം നരകിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ശരശയ്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹീറോയിസമായി തോന്നുമെങ്കിലും ഒരു മുള്ളൊന്ന് ശരീരത്തിൽ തറച്ചു നോക്കട്ടെ, അപ്പം മനസ്സിലാവും അതിൻ്റെ വേദന. ആയിരക്കണക്കിന് അമ്പുകൾക്ക് മുകളിലാണ് ഭീഷ്മാചാര്യർ കിടന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനം, 2 തീരുമാനങ്ങളിലാണ് അദ്ദേഹത്തിന് വലിയ തെറ്റുപറ്റിയത്. ഒന്ന്, ദ്രൗപദിയുടെ വസ്ത്രമഴിക്കുമ്പോൾ അദ്ദേഹം കൗരവ രാജ്യസദസ്സിൽ ഉണ്ടായിരുന്നു, ദ്രോണരുണ്ടായിരുന്നു. 2 പേരും എന്തുകൊണ്ട് മിണ്ടിയില്ല? 2 പേരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട്, അധികാരങ്ങൾ കൊടുത്തുകൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് ദുര്യോധനും ദുശാസനും കർണനും ചേർന്ന് അവരുടെ വായി മൂടിക്കെട്ടി കളഞ്ഞു. നമ്മുടെ രാജ്യത്തിൽ രാജ്യസഭ എങ്ങനെ ഉണ്ടായെന്നറിയോ? ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാ. പ്രായമായി അധികാരത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുകയില്ല, മറ്റൊരാൾ അദ്ദേഹത്തെ കയറാൻ സമ്മതിക്കുകയില്ല. അപ്പം ഇവർക്ക് വലിയ അധികാരമൊന്നുമില്ല, എന്നാൽ പദവിയുണ്ട് താനും. അതാണ് രാജ്യസഭ. MP MLA തിരഞ്ഞെടുക്കുന്നതാ. ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുകയൊന്നും വേണ്ട. എന്താണ് രാജ്യസഭയുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ ഇല്ല. അരുൺ ജെയ്റ്റ്ലി പണ്ട് പറയുകയുണ്ടായിട്ടുണ്ട്, രാജ്യസഭ പിരിച്ചുവിടണം, രാജ്യത്തിന് പ്രത്യേകിച്ചൊരു ഉപകാരവും ഇല്ലാത്തതാണ് രാജ്യസഭ എന്ന്. എന്തിനാണ് 2 മണ്ഡലങ്ങൾ? ലോകസഭയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MP-മാർ, അതാണ് ആവശ്യമുള്ളൂ. എന്തിനാണ് രാജ്യസഭ? രാജ്യസഭ ഇതിനു വേണ്ടി വന്നതാണ്. പ്രായമായ ആളുകൾക്ക് അധികാരം, പദവികൾ കൊടുത്തുകൊണ്ട്, അധികാരമില്ലാതെ പദവി കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുക, അവരൊരാളാക്കി നിർത്തുക. അങ്ങനെയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ എന്താ സാധനം ഒന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, നമുക്കും മനസ്സിലായിട്ടില്ല ഇതെന്താ സാധനം എന്നുള്ളത്. അത് സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ ആ സന്തോഷത്തിൽ മതിമറന്നു പോയി. ഭീഷ്മരും ദ്രോണരും 2 പേരുടെയും മരണം വളരെ ക്രൂരമായിരുന്നു. ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ തല അറത്തിട്ട് കൗരവന്മാരുടെ കൂട്ടത്തിലേക്ക്, ആ പടയുടെ കൂട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അതിന് ഒരു ഉഡായിപ്പ് പരിപാടി എടുത്തിട്ടുണ്ട്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന ആന. അതൊരു വിശ്വാസവഞ്ചനയുടെ പ്രശ്നം കൂടിയാണ്. ഭീമൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചിട്ടില്ല, അർജുനൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചിട്ടില്ല.
യുധിഷ്ഠിരനോട് ചോദിക്കുന്നു, മോനെ യുധിഷ്ഠിര, നീ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്തവനാണ്. നീ പറയൂ, എൻ്റെ മകൻ അശ്വത്ഥാമാവ് മരിച്ചോ എന്ന്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന ആന, അതൊരു പറ്റിക്കൽ പരിപാടിയാണ്. വളരെ സൗണ്ട് കുറച്ചിട്ടാണ് പറഞ്ഞത്. അത് അദ്ദേഹം കേട്ടതുമില്ല. തൻ്റെ പൊന്നോമന പുത്രനായ അശ്വത്ഥാമാവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആയുധങ്ങൾ മുഴുവൻ താഴെ വെച്ച് തേരിൻ്റെ തട്ടിൽ കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയുമ്പോഴാണ് നിരായുധനായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ തല ദൃഷ്ടദ്യുമ്നൻ വെട്ടിയെടുക്കുന്നത്. അതിനും കാരണമുണ്ട്, ബന്ധങ്ങൾ. എങ്ങനെയാണ് ബന്ധങ്ങൾ അദ്ദേഹം കണ്ടത്? അർജുനെ ഉപയോഗിച്ചുകൊണ്ട് ദ്രുപദനെ പിടിച്ചു കെട്ടി. ശിഷ്യനോട് ഗുരുദക്ഷിണ ചോദിച്ചത് എന്നെ ദ്രോഹിച്ചവനെ പിടിച്ചു കെട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നായിരുന്നു. എല്ലാം മുറിച്ചു വാങ്ങി. കാരണങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷേ ഏകലവ്യനെ പഠിപ്പിച്ചതിൽ ഒരു റോളും ആർക്കില്ല? ദ്രോണാചാര്യർക്കില്ല. ഏകലവ്യൻ ദ്രോണാചാര്യരുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുന്നിലാണ് പഠിച്ചത്. പക്ഷേ കുരച്ച പട്ടിയുടെ വായിലേക്ക് 7 അമ്പുകൾ ഒരു പോയിന്റിൽ കൊള്ളിച്ചു ഏകലവ്യൻ. അർജുന് സാധ്യമല്ല ഇത് എന്ന് ആര് മനസ്സിലാക്കി? ദ്രോണാചാര്യർ മനസ്സിലാക്കി. കുരച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയുടെ വായിനെ മൂടിക്കെട്ടിക്കളയുവാൻ കഴിയുന്ന അസ്ത്ര വിദ്യയിൽ നിപുണൻ ഒരു കാട്ടാളൻ. ഈ കാട്ടാളൻ അർജുനന്റെ കേളിക്ക് വിലങ്ങുതടിയാകുമോ എന്നൊരു സ്വാർത്ഥതയുടെ ഒരു ഉൾഭയം ആരുടെ ഉള്ളിലുണ്ടായി? ദ്രോണരുടെ ഉള്ളിലുണ്ടായി. അല്ലാതെ തള്ളവരിൽ ചോദിക്കാൻ വേറെ വകുപ്പൊന്നും കാണുന്നില്ല. കാരണം ഏകലവ്യനോട് മറ്റേതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യം ആർക്കില്ല. പിന്നെ നമ്മൾ ഏകലവ്യനെ മോശപ്പെടുത്തിയിട്ട് നമ്മളതിനെ ന്യായീകരിക്കും. അങ്ങനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. മഹാഭാരതത്തിൽ അന്ധമായിട്ട് ആരാധിക്കേണ്ടത് ഒരൊറ്റ ആളെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ. ബാക്കി എല്ലാവരിൽ നിന്നും തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം. ഭാര്യയെ പണയം വെച്ച് കളിച്ചത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ചിദാനന്ദപുരി സ്വാമികൾ എപ്പോഴും പറയും, ചൂത് കളിക്കാൻ അറിയാത്തവൻ കള്ളച്ചൂതൊന്നും കളിച്ചിട്ടില്ല. ശകുനി കള്ളച്ചൂതല്ല കളിച്ചത്, എത്രയോ വിദഗ്ധനാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മാവൻ കളിക്കും, ദുര്യോധനൻ പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറയണമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ കളിക്കുമെന്ന്. ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഭഗവാൻ കളിക്കും, ഞാനൊരു സംഭവമാണ് എന്ന് ചൂതുകളിയിൽ ഒരു തെറ്റായ ആത്മാഭിമാനം യുധിഷ്ഠിരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം പണയം വെച്ചു. മയനുണ്ടാക്കി ഇന്ദ്രപ്രസ്ഥം പണയം വെച്ചാണ് കളിച്ചത്, അല്ലാണ്ട് അസ്തിനപുരി പണയം വെച്ചിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഈ അസ്തിനപുരി പണയം വെച്ചിട്ടാണ് കളിച്ചത്. അതെങ്ങനെ കളിയും? അസ്തിനപുരിയിലെ രാജാവ് അപ്പോഴും ധൃതരാഷ്ട്രമാണ്. അവിടെ ഒരുപാട് അധികാരമുള്ള ദുര്യോധനുണ്ട്. അംഗരാജ്യത്തിലെ രാജാവായിട്ട് കർണനെ വാഴിക്കുവാൻ എങ്ങനെയാണ് കഴിയുന്നത് ദുര്യോധന്? അത് ദുര്യോധനൻ പറഞ്ഞാൽ അച്ഛനനുസരിക്കും, അച്ഛനാണ് രാജാവ്. ഗാണ്ഡവവനം ദഹിപ്പിക്കുവാൻ വേണ്ടി അഗ്നിയെ സഹായിച്ചു. അതിനിടയിൽ വെച്ച് മയൻ എന്ന് പറയുന്ന അസുരശില്പിയെ രക്ഷപ്പെടുവാൻ അർജുനൻ അനുവദിച്ചു. അതിൻ്റെ പരോപകാരമായിട്ട് അർജുനന് പണിതു കൊടുത്ത ആ മഹാസമുച്ചയമാണ് ഇന്ദ്രപ്രസ്ഥം. രാജസൂയ യാഗം നടത്തി ഭൂമികൾ മുഴുവൻ 4 സഹോദരങ്ങളെ 4 ദിക്കിലേക്ക് അയച്ച് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു യുധിഷ്ഠിരൻ. ആ മഹാസാമ്രാജ്യം പണയം വെച്ച് കളിച്ചു കളഞ്ഞു, ഒക്കെ മുടിച്ചു കളഞ്ഞു. എന്നിട്ട് ഭീമനെ, അർജുനനെ, നകുലനെ, സഹദേവനെ ഓരോരുത്തരെ പണയം വെച്ചു. അവസാനം വേറൊന്നുമില്ലേ എന്ന് ഓർമ്മപ്പെടുത്തി. നിനക്കൊരു ഭാര്യയില്ലേ? അപ്പോൾ പറഞ്ഞു, 5 പേരുടെയും ഭാര്യയാണ്, എനിക്ക് മാത്രം പണയം വെക്കാൻ കഴിയില്ല. സഹോദരങ്ങൾ എൻ്റെ സഹോദരങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട്. ഒരു സംഘർഷം അതിനിടയിൽ വരുന്നുണ്ട്, ഭാര്യയെ പണം വെക്കണമോ വേണ്ടയോ എന്ന്. പക്ഷേ ഈ ചീട്ട് കളിക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അവസാനത്തെ പണം വരെ വെച്ച് കളയും. അതൊരു വീക്ക്നെസ്സാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നേ, കുറച്ച് വർഷം മുമ്പാണ്. എല്ലാ ദിവസവും 10,000-20,000 രൂപ വരുമാനമുള്ള ആളാണ്. പക്ഷെ വൈകുന്നേരം ഒരു സൂട്ട് കേസിലാക്കിയിട്ട് ഈ പണവും കൊണ്ട് ഏതോ ഒരു കേന്ദ്രത്തിൽ പോകുന്നു. എന്താ മുച്ചിട്ട് കളിയോ അങ്ങനെ എന്തോ ഒരു ചീട്ട് കളിയുണ്ട്. കയ്യിലുള്ളത് മുഴുവൻ തീർത്തിട്ടേ മൂപ്പര് വരൂ. അത് മൂപ്പർക്ക് നിർബന്ധമാണ്. അതൊരു വീക്ക്നെസ്സാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ചെറിയ ചില വീക്ക്നെസ് ഒരു ആളെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ടാണ് അവസാനം ഭാര്യയെ പണയം വെച്ച് കളിച്ച്, 1ാമത്തെ പണയം വെച്ച് കളിച്ച ഈ യുധിഷ്ഠിരന് എല്ലാം തിരിച്ചു കൊടുത്തു ധൃതരാഷ്ട്രൻ, എല്ലാം തിരിച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ ദുര്യോധനൻ ചൂടായി. ദുര്യോധനൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത്? ഞാൻ 2ാമതും വിളിക്കുന്നുണ്ട്, 2ാമത് വിളിച്ചിട്ട് വീണ്ടും കളിക്കുകയാണ്. അച്ഛൻ അതിൽ ഇടപെടരുത്. ഒരു താക്കീതായിരുന്നു. കുറച്ച് പേടിയാണ് ദുര്യോധനൻ. ധൃതരാഷ്ട്രക്ക് പുത്രവാത്സല്യം അങ്ങ് അമിതമായിരുന്നു. ജന്മനാ
പുറംകണ്ണും പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണും പൊട്ടിപ്പോയ ഒരു കുരുടൻ്റെ ചോദ്യമാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് തുടങ്ങുന്ന ധൃതരാഷ്ട്രയുടെ ചോദ്യത്തോടു കൂടിയാണ്. രണ്ടാമതും വന്നു എന്നുള്ളതാണ്. രണ്ടാമത് വന്നു, വീണ്ടും ചൂത് കളിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും വിധിച്ചു അല്ലേ. ഇതെല്ലാം പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞാൽ രാജ്യം തിരിച്ചു കൊടുക്കണം. ഇതായിരുന്നു കണ്ടീഷൻ. ഈ കണ്ടീഷൻ അംഗീകരിച്ചില്ല, ദുര്യോധനാദികൾ അംഗീകരിച്ചില്ല. കാരണം അതിന് ദ്രൗപദിയുടെ ഒരു ചിരിയുണ്ട്. നമ്മൾ ആരെയും ബന്ധങ്ങളിൽ തമാശാക്കരുത്. ദ്രൗപദിയുടെ ഒരു ചിരിയുണ്ട്. ആ ചിരിയായിരുന്നു ദുര്യോധൻ്റെ ഉള്ളിൽ പക വർദ്ധിക്കാൻ കാരണം. ഇവർ ഇന്ദ്രപ്രസ്ഥം കാണാൻ പോയി, മയൻ്റെ കൊട്ടാരം കാണാൻ, നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരം. ആദ്യം സ്ഫടികമായിരുന്നു. സ്ഫടികം ജലത്തെ പോലെയുണ്ട്. ഇത് കണ്ടപ്പോൾ ഇവരെല്ലാവരും വസ്ത്രം കയറ്റി നടക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചിരിച്ചു, അയ്യോ അത് സ്ഫടികമാണെന്ന് പറഞ്ഞു. പിന്നെ ഒറിജിനൽ വെള്ളമായിരുന്നു. അപ്പോൾ പിന്നെ നേരെ നടന്നു. എല്ലാവരും വെള്ളത്തിൽ മുങ്ങി കുളിച്ചപ്പോൾ ദ്രൗപദിയുടെ ഒരു ചിരി അങ്ങോട്ട് പൊട്ടിച്ചിരി. ഒരാൾക്ക് ജീവിതത്തിൽ അക്കിടി പറ്റുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ചിരിക്കരുത്. നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക്, നമ്മുടെ വീട്ടിൽ അതിഥിയായി വന്ന ഒരാൾ വീട്ടിൽ സ്ലിപ്പായി വീണു, ഒരു ചെറിയ ചിരിയൊക്കെ നമ്മളോട് ചിരിച്ചു പോകും. അതിഥി ചിരിക്കുന്നു എങ്കിൽ അയാൾ വേദന കൊണ്ട് പൊളയുമ്പോൾ നമ്മൾ കയറി ചിരിക്കരുത്. അത് വലിയ ഫീലിങ്സ് ഉണ്ടാക്കും. അയാൾ നമ്മുടെ എക്കാലത്തെയും ശത്രുവായിരിക്കും. ഇവിടെ ഒരു 1.5 ചിരിയാണ്. വെള്ളത്തിൽ വീണ് കുളിച്ച് ഈ രാജവസ്ത്രങ്ങളെല്ലാം ശരീരത്തോട് ഒട്ടി, നമ്മൾ നനഞ്ഞ കോഴി എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ നിൽക്കുന്ന ആളെ നോക്കിയിട്ടാണ് ആര് ചിരിക്കുന്നത്? ദ്രൗപദി ചിരിക്കുന്നത്. അന്ന് ദ്രൗപദിക്കിട്ടൊരു പണി കൊടുക്കണമെന്നാരും വിചാരിച്ചു. ഈ പണികളുടേതാണ് ഈ മഹാഭാരതം. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത വളരെ വലുതായിട്ടുണ്ട്. പക്ഷേ ധർമ്മത്തിന് വിജയമുണ്ടാകും. ധർമ്മത്തിന് വിജയമുണ്ടായപ്പോൾ എത്ര പേരെ ബാക്കി കിട്ടി? ഈ യുദ്ധമൊക്കെ നടന്ന് അന്ന് രാത്രി കിടന്നുറങ്ങിയായിരുന്നു പാണ്ഡവന്മാരുടെ മക്കൾ. എല്ലാവരെയും അശ്വത്ഥാമാവും കൃതനും കൃതവർമാവും കൂടി കൊന്നുകളഞ്ഞു അല്ലേ. കൃപനും കൃതവർമാവും കൂടി കൊന്നുകളഞ്ഞു. ശിബിരത്തിന് തീയിട്ടു. യുദ്ധം ജയിച്ചു. 19-ാം തീയതി രാവിലെ അറിയുന്നു പഞ്ചപാണ്ഡവർ, അവശേഷിച്ച പഞ്ചപാണ്ഡവരും കുന്തിയും ഗാന്ധാരിയും ധൃതരാഷ്ട്രരും പിന്നെ ദ്രൗപദിയും അറിയുന്നു ദ്രൗപദിയുടെ ഒരൊറ്റ മക്കളും ബാക്കിയില്ല. പിന്നെ ആർക്കു വേണ്ടിയായിരുന്നു ഈ യുദ്ധം? എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം എന്ന് ചോദിക്കുന്നുണ്ട് മഹാഭാരതം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഞാൻ പറഞ്ഞു വന്നത്, ജീവിത മൂല്യങ്ങളിലെ ഉന്നതമായ ഒരു സമീപനം കുന്തി കാണിക്കുന്നു. എങ്ങനെ മക്കളെ വളർത്തണമെന്ന് കുന്തി പഠിപ്പിക്കുന്നു. എങ്ങനെ മക്കളെ വളർത്തരുത് എന്ന് ഗാന്ധാരി പഠിപ്പിക്കുന്നു. തൻ്റെ ഭർത്താവിന് കണ്ണ് കാണില്ലെന്നറിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ കണ്ണായി തീരേണ്ട ഗാന്ധാരി കാഴ്ചയെ മൂടിക്കെട്ടി കളഞ്ഞു. അത് വലിയൊരു സംഭവമായിട്ട് സഹനശക്തിയുടെ ഒക്കെ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും 100 ആൺമക്കളുണ്ടായി. ഒരൊറ്റ എണ്ണത്തിന് അന്ത്യേഷ്ടി കർമ്മത്തിന് കിട്ടിയോ? ഒരൊറ്റ ഒരാളെ. ഒരു പെണ്ണും 100 ആണുമാണ്. ഒരൊറ്റ ആൺകുട്ടിയെയും കിട്ടിയില്ല. എല്ലാവരെയും ഭീമൻ തല്ലി കൊന്നു കളഞ്ഞു. 100 മക്കളെ പ്രസവിച്ച അമ്മയ്ക്ക് അന്ത്യേഷ്ടി കർമ്മത്തിനും പ്രായകാലത്ത് ശുശ്രൂഷയ്ക്കും ആരുണ്ടായി? ഈ 100 മക്കളെയും തല്ലിക്കൊന്ന ഭീമന്റെ അമ്മയുണ്ടായി, കുന്തിദേവി. കുന്തി കാട്ടിലേക്ക് പോകുമ്പോൾ യുധിഷ്ഠിരൻ പിന്നാലെ ഓടിപ്പറയുന്നു, രാജമാതാ കുന്തിദേവി, അമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പെടാപ്പാടുപെട്ട് ഈ സാമ്രാജ്യത്തെ മുഴുവൻ കൈവരിച്ചിരിക്കുന്നത്. അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയാണോ? എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പടപൊരുതിയാണ്? എന്തിനു വേണ്ടിയാണ് അഭിമന്യു കുമാരൻ ജീവൻ കൊടുത്തത്? എന്തിനാണ് ഞങ്ങളുടെ മക്കളെല്ലാം വെന്ത് വെണ്ണീറായി പോയത്? അമ്മ ഞങ്ങൾക്ക് ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോവുകയാണോ എന്ന് പറഞ്ഞപ്പോൾ കുന്തി പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ 2ാമത്തെ പുത്രൻ ഭീമൻ, അവൻ്റെ കൈകൊണ്ടാണ് കണ്ണു കാണാത്ത ഈ അച്ഛൻ്റെ അമ്മയുടെ 100 മക്കൾ മരിച്ചു പോയത്. അവരോടുള്ള കടമയേക്കാൾ വലുതല്ല യുധിഷ്ഠിര രാജമാതാ എന്ന പദവി. നോക്കൂ. എന്നിട്ട് കാട്ടുതീയിൽപ്പെട്ട് 3 പേര് മരിച്ചുപോയി. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഏതൊരു 2ാമത്തെ മകൻ്റെ ആണോ, ഭീമസേനാണോ ഈ കണ്ണ് കാണാത്ത അച്ഛൻ്റെ അമ്മയുടെ 100 മക്കളെ കൊന്നുകളഞ്ഞത്? എന്നിട്ട് ഈ അച്ഛനും ഈ അമ്മയ്ക്കും പരിഭവമല്ല, അവർ തമ്മിൽ പകയുമില്ല. ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും പരിചരിക്കുവാൻ വേണ്ടി കണ്ണ് കാണുന്ന കുന്തി കാട്ടിൽ പോയി കാട്ടുതീയിൽപ്പെട്ട് വെന്ത് വെണ്ണീറായി പോയിരിക്കുന്നു. ഇത്ര വലിയ ജീവിത മൂല്യങ്ങളെ നമുക്ക് എവിടെ നടക്കാൻ കഴിയും?
ഇനിയൊരു കഥയായിട്ടെടുത്താൽ ലോകത്തിലെ ഏത് ക്ലാസിക് ഗ്രന്ഥത്തിലാണ് ഇത്തരം മഹത്തായ ജീവിത ബന്ധങ്ങളെ പറഞ്ഞിരിക്കുന്നത്? ഗ്രീക്ക് സംസ്കാരമൊക്കെ നമ്മളിതുപോലെ വലിയ വലിയ ഉയർന്ന കാഴ്ചപ്പാടുകളാണ്. അവിടെ പോലും നമുക്ക് കാണുവാൻ കഴിയില്ല ഇത്രയും ഉന്നതമായ ജീവിത മൂല്യങ്ങളെ. എന്നും ശത്രുവായി ജീവിക്കേണ്ട, ഇങ്ങനെയല്ലേ കഥയിൽ അങ്ങനെയല്ലേ ഉണ്ടാവുക? ഒരു കഥയിലാണെങ്കിൽ എങ്ങനെയാ? 100 മക്കളെ കൊന്നവൻ്റെ അമ്മയോട് എന്തായിരിക്കും സമീപനം അടുത്തുള്ളവർക്ക്? ആലോചിച്ച് നോക്കൂ. അവിടെയാണ് കുരുക്ഷേത്ര യുദ്ധം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട്. അത് അർജുനൻ നമുക്ക് നൽകുന്ന പാഠമാണ്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം. ഭഗവത്ഗീത അർജുനു വേണ്ടി പറഞ്ഞതല്ല. ഭഗവത്ഗീത സമസ്ത ലോകഹിതാർത്ഥം പാർത്ഥനെ നിമിത്തമാക്കി ഭഗവാൻ നാരായണൻ പറഞ്ഞു. വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം, പുരാണമുനിയായ വ്യാസൻ അത് വിസ്തരിച്ചെഴുതി. മധ്യേ മഹാഭാരതം, മഹാഭാരതത്തിന്റെ മധ്യത്തിലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. അദ്വൈതാമൃത വർഷിണി ഭഗവതി, അദ്വൈതം, രണ്ടില്ലാത്ത ഒന്ന്. ഹിന്ദുക്കൾക്ക് 2 കാഴ്ചപ്പാടുണ്ട്. ഒന്ന് ദ്വൈതം, 2 അദ്വൈതം. നമ്മൾ ദ്വൈതവാദികളുമാണ്. നമ്മൾ അദ്വൈതമാണ് നമ്മുടെ പരമപ്രധാനം, അടിസ്ഥാനം. എന്താണ് ദ്വൈതം? ഞാൻ ഗുരുവായൂരിൽ ചെല്ലുന്നു, ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ മൂർത്തിയാണ്, ഞാൻ ഭക്തനാണ്. ഇത് ദ്വൈതമാണ്. ഭക്തനും മൂർത്തിയും ഉണ്ടാകുന്നത്, സൃഷ്ടിയും സൃഷ്ടാവും ഉണ്ടാകുന്നത് ദ്വൈതമാണ്. മതങ്ങളുടെ തലം ദ്വൈതമാകുന്ന ദൈവമാണ്. സാധാരണ ഇസ്ലാമിക പ്രബോധകന്മാർ പറയാറുണ്ട്, ഹിന്ദുവിൻ്റെ വേദങ്ങൾ മുഴുവൻ ഏകദൈവത്തെക്കുറിച്ച് പറയുന്നു, പക്ഷേ ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണെന്ന്. തെറ്റാണ്. നമ്മുടെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചും ദൈവസങ്കല്പത്തെക്കുറിച്ചും അവർക്കറിയാത്തത് കൊണ്ടാണ്. അവിടെയാണ് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും 2ആയി കാണുന്ന ആരാധനാ സമ്പ്രദായങ്ങൾ ദ്വൈതവാദമാണ്. രണ്ടാമത്, ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലങ്ങളും സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കളുമെല്ലാം ഈശ്വരൻ. വേദാന്തത്തിൽ പറഞ്ഞാൽ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൻ വസിക്കുന്നു എവിടെ? പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും. തത്വമസി, അത് നിന്നിലും. അഹം ബ്രഹ്മാസ്മി, അതെന്നിലും. അണോരണിയാൻ, ചെറുതിൽ ചെറുതായിട്ട്. മഹതോമഹിയാൻ, വലുതിൽ വലുതായിട്ട്. ആത്മാവിൻ്റെ രൂപത്തിൽ സകല ജീവജാലങ്ങളിലും ഞാൻ വസിക്കുന്നു. ഇതാണ് അദ്വൈതം. പരമാത്മാവ്, ഈശ്വരൻ, ബ്രഹ്മം എന്ന പേരിലാണ് ആ ഏകതയെ ഹിന്ദുക്കൾ പറയുന്നത്. ഒരു സാഗരത്തിൽ നിന്നും 10 ലിറ്റർ വെള്ളം കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു. സാഗരത്തിന് പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ 10 ലിറ്റർ വെള്ളത്തിൻ്റെ കുറവ് സാഗരത്തിലുണ്ട്. എന്നാൽ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ഈ വെള്ളം സാഗരമാണോ? സാഗരമല്ല. എന്നാൽ സാഗരത്തിലെ വെള്ളത്തിൻ്റെ സകല ഗുണങ്ങളും ഈ വെള്ളത്തിനുണ്ട്. ഇതാണ് ജീവാത്മാവ്. സാഗരം പരമാത്മാവാണ്. ഞാൻ ഈ വെള്ളം കൊണ്ടുപോയിട്ട് വീണ്ടും സാഗരത്തിലേക്ക് ഒഴിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. അതായത് ആദ്യമുണ്ടായിരുന്ന വെള്ളവും ഞാനിപ്പോൾ ഒഴിച്ച വെള്ളവും തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ അത് മിക്സായി പോകുന്നു. സിമ്പിളാണ്. പരമാത്മാവ്, ഈശ്വരൻ, ജീവാത്മാക്കൾ, നിങ്ങളും ഞാനും, സർവചരാചരങ്ങളും. ആ ജീവാത്മാക്കൾക്ക് പരമാത്മാവിലേക്ക് ഉയരുവാൻ ഉപാസന സമ്പ്രദായങ്ങൾ ആവശ്യമുണ്ട്. അതിൽ പ്രധാനമാണ് ക്ഷേത്രം. ഏറ്റവും പ്രധാന ഉപാസനാ സമ്പ്രദായമായ ക്ഷേത്രം. 25 ലക്ഷത്തിൽ പരം ക്ഷേത്ര ഭാരതത്തിൽ. കേരളത്തിൽ 50,000-ഓളം ക്ഷേത്രങ്ങളും, 5000 ക്ഷേത്രം ദേവസ്വം ബോർഡും 45,000 ക്ഷേത്രം പാവ ഹിന്ദുക്കളും നടത്തുന്നു. ഭണ്ഡാരത്തിൽ വരുമാനം വരുന്ന ക്ഷേത്രം മുഴുവൻ ആര് കൊണ്ടുപോകും? സർക്കാർ കൊണ്ടുപോകും. അല്ലാത്തതൊക്കെ നമ്മൾ കമ്മിറ്റിക്കാർ നടത്തിക്കൊള്ളണം. അത് മറ്റൊരു വിഷയം. ഉപാസനാ സമ്പ്രദായം ദ്വൈതമാണ്. അദ്വൈതാമൃതവർഷിണി, ഏകമാകുന്ന ഈശ്വര തത്വത്തെ പ്രതിപാദിക്കുന്ന ഭഗവതി. ഭഗവത്ഗീതയെ അഷ്ടാദശാധ്യായിനി, 8 ദശം സമം 18 അധ്യായത്തോടു കൂടിയവളെ എന്ന് പറയുന്നു ഭഗവത്ഗീത. ഈ ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു. പക്ഷെ അതിനെ, അർജുന, നിനക്ക് ഉപദേശിക്കുന്നതിന് മുമ്പ് ഞാനിത് സൂര്യനോട് വിവസ്വാനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ദേഹത്തെ നമ്മൾ അവിടെ കാണരുത്. മറിച്ച് പരമമായ തത്വം അതെന്നും ഉള്ളതാണ്. ആ പരമമായ തത്വത്തെ ഞാൻ പണ്ടും ഉപദേശിച്ചിട്ടുണ്ട്. കാരണം ഇത് ശാശ്വതമാണ്. ഈ ജീവിത മൂല്യങ്ങൾ ശാശ്വതമാണ്. അതായത് ജാതസ്യ ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മം മൃതസ്യ ച തസ്മാത് പരിഹാരാർത്ഥേ നത്വം ശോചിതുമർഹസി. ജനിച്ചാൽ മരണം നിശ്ചയം, മരിച്ചാൽ ജന്മവും നിശ്ചയം.
നിർവാഹമില്ലാത്ത ഈ കാര്യത്തിൽ നീ എന്തിനും ദുഃഖിക്കുന്നു അർജുന എന്ന് പറഞ്ഞാൽ ഇത് അർജുനു വേണ്ടി മാത്രമുള്ളതാണോ? അർജുനു മുമ്പ് ഈ വാക്ക് പ്രസക്തമല്ലേ? ആണ്. അപ്പം അർജുനെ നിമിത്തമാക്കി സമസ്ത ലോകത്തിനോടും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ഭഗവത്ഗീത. എന്തുകൊണ്ട്? അത് കേവലമായൊരു ആധ്യാത്മിക ഗ്രന്ഥമല്ല. ഒരു യുദ്ധത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ഔദ്യോഗികമായിട്ട് ദൃഷ്ടദ്യുമ്നാണെങ്കിലും പാണ്ഡവപക്ഷത്തിൻ്റെ വിജയപ്രതീക്ഷ 2 പേരില്ല, ഭീമൻ, അർജുനൻ. കൗരവപക്ഷത്തിൻ്റെത് 3 പേരിലാണ്, കർണൻ, ഭീഷ്മര്, ദ്രോണര്. വിജയപ്രതീക്ഷയുള്ള പാണ്ഡവപക്ഷത്തിൻ്റെ കൂടെ 7 അക്ഷോണി പടകളേ ഉള്ളൂ, 4 കുറവാണ്. 11 അക്ഷോണി പടകളാണ് കൗരവപക്ഷത്ത്. അംഗസംഖ്യ കൂടുതലുള്ളത്, രാജാക്കന്മാർ കൂടുതലുള്ളത്, ആയുധം കൂടുതലുള്ളത് ഒക്കെ കൗരവപക്ഷത്താണ്. ഇവരെ എല്ലാ വിദ്യകളും പഠിപ്പിച്ച ഗുരുവായ ദ്രോണാചാര്യരുള്ളത് കൗരവപക്ഷത്താണ്. അഭ്യാസങ്ങളുടെ അഭ്യാസിയായിട്ടുള്ള ഭീഷ്മാചാര്യരുള്ളത് കൗരവപക്ഷത്താണ്. പിന്നെ എക്കാലത്തെയും വില്ലാളി വീരനായ കർണനുള്ളത് കൗരവപക്ഷത്താണ്. എങ്കിലും പാണ്ഡവപക്ഷത്തും പറയും ഈ ധർമ്മപക്ഷമാണ്, അതുകൊണ്ട് ഇത് വിജയിക്കും, ധർമ്മം വിജയിക്കും. സത്യത്തിന് പരീക്ഷണങ്ങൾ ഏറെയുണ്ടെങ്കിലും ആത്യന്തികമായ വിജയം ഉണ്ടാവും, അത് ഉറപ്പാണ്. അത് ഭാരതത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഹിന്ദുക്കൾ കടന്നുപോയി, പക്ഷെ ആത്യന്തികമായി നമ്മൾ വിജയിക്കും. ആത്യന്തികമായിട്ട് ഹിന്ദുക്കൾ വിജയിക്കും. പരീക്ഷണങ്ങൾ എന്നും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനൻ്റെ തേരാളിയായിട്ട് കൂടെ ശ്രീകൃഷ്ണനുണ്ട്. ആയുധമില്ല, തേരാളി. യുദ്ധത്തെ നയിക്കുന്ന ഒരു തേരിനെ നയിക്കുന്ന ആൾ, യുദ്ധത്തെ നയിക്കുന്ന ആളല്ല, ഒരു തേരിനെ നയിക്കുന്ന ആൾ. പക്ഷെ ഇദ്ദേഹം അങ്ങാൻ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഏതൊരു കർമ്മത്തെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏറ്റവും പ്രധാനമാണ് ബുദ്ധി. ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയായിരിക്കണം. ബുദ്ധി യഥാവിധി തീരുമാനങ്ങളെ എടുക്കണം. അഭിമന്യു മരിച്ചപ്പോൾ ഒരൊറ്റ പ്രതിജ്ഞ എടുക്കുന്ന, ആരോടും ചോദിക്കാതെ, അർജുനൻ. ഇന്ന് സായം സന്ധ്യയിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ജയദ്രഥ നിന്റെ കഴുത്തറക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും. കഴുത്തറക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും, ഞാൻ തീയിൽ ചാടി മരിച്ചു കളയും. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചു പൊന്നു മോനെ ഇത്ര വലിയ പ്രതിജ്ഞയൊക്കെ എടുക്കാൻ? അപ്പുറമുള്ളത് ആരാണ്? നിന്നെ സകല വിദ്യകളും പഠിപ്പിച്ചതിൻ്റെ ഗുരുനാഥനാണ്. പറഞ്ഞതുപോലെ സംഭവിച്ചു. പത്മവ്യൂഹം ഉണ്ടാക്കി, ചക്രവ്യൂഹം ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആരെ ഒളിപ്പിച്ചു? ജയദ്രഥനെ ഒളിപ്പിച്ചു. 6 മണിക്കന്ന് സൂര്യൻ അസ്തമിക്കണം, 5:50 ആരില്ല? ജയദ്രഥനിൽ. ഇപ്പം 6:01 ആര് തീയിൽ ചാടണം? അർജുനൻ തീയിൽ ചാടണം. എന്ത് സംഭവിച്ചു? തൻ്റെ മായാശക്തി കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറച്ചു ഭഗവാൻ. സൂര്യൻ മറഞ്ഞപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് കരുതി ജയദ്രഥൻ പതുക്കെ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അർജുനൻ അതും കണ്ടിട്ടില്ല. മൂപ്പര് ബേജാറായിട്ടുള്ളത്. ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാ നിൽക്കുന്നു പാർത്ഥ, എയ്യു. ആദ്യത്തെ എയ്ത്തിന് തന്നെ തല അങ്ങോട്ട് തെറിച്ചു. തല ഒരു കാരണവശാലും നിന്റെ കൈ കൊണ്ട് തല താഴെ വീഴരുത്. ഇവൻ്റെ അച്ഛൻ ഇവനൊരു വരം കൊടുത്തിട്ടുണ്ട്. ആരുടെ കൈ കണ്ടാണോ തല താഴെ വീഴുന്നത് അവിടെ തല പൊട്ടിത്തെറിച്ച് അവരും മരിച്ചു പോകുന്നു. അതുകൊണ്ട് ഇവൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് ഈ തല ചെന്ന് വീഴണം. ഇതൊക്കെ അർജുനൻ അറിയില്ലായിരുന്നു. അർജുനൻ എന്തായാലും ജയദ്രഥനെ കൊന്നാലും അർജുനൻ മരിക്കുമായിരുന്നു. കാരണം ജയദ്രഥൻ്റെ തല താഴെ വീഴുക അർജുനൻ്റെ കൈ കൊണ്ടാണ്. അർജുനൻ ഗാന്ധീവധാരിയാണ്, വില്ലാളി വീരൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിൽ അച്ഛൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നു. മഴ തടയുവാൻ വേണ്ടി പന്തലിട്ട് കളഞ്ഞു അസ്ത്രം കൊണ്ട്. അത്ര വലിയ വില്ലാളി വീരന്. അതുകൊണ്ട് ആ തലയിൽ തന്നെ ഇതോളെന്ന് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ, ഞാൻ സ്റ്റോപ്പ് പറയുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ തല കൃത്യം അച്ഛൻ ഇങ്ങനെ തപസ് ചെയ്യുന്ന സ്ഥലത്ത്, അച്ഛൻ 2 കൈയും ഇങ്ങനെ ആക്കി തപസ് ചെയ്യാം. അവിടെ എത്തിയപ്പോൾ ഭഗവാൻ സ്റ്റോപ്പ് പറഞ്ഞു. തല നേരെ പോയിട്ട് അച്ഛൻ്റെ കയ്യിൽ വീണു. അച്ഛൻ്റെ കയ്യിൽ താഴെ വീണു. അച്ഛനും മരിച്ചുപോയി, മോനും മരിച്ചുപോയി. അന്ന് വൈകുന്നേരം തീയിൽ ചാടേണ്ട ആളാ. ബുദ്ധി കൂടെയില്ല എങ്കിൽ വികാരങ്ങൾ എടുക്കുന്ന തീരുമാനം നമുക്ക് തീക്കുണ്ടത്തെ സമ്മാനിക്കും. ഭഗവാൻ കൂടെയില്ലായിരുന്നുവെങ്കിൽ, അന്ന് യുദ്ധത്തിൽ ഭഗവാൻ ലീവാണെങ്കിൽ പോലും ആര് മരിച്ചനെ? അർജുനൻ മരിച്ചനെ. അപ്പം ഗീതോപദേശം നേരിട്ട് കേട്ടിട്ട് എന്തുകൊണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു അർജുനൻ? അതുകൊണ്ട് അർജുനു വേണ്ടിയുള്ളതല്ല ഗീത. അർജുനെ നിമിത്തമാക്കി പറഞ്ഞു എന്ന് മാത്രം. അർജുൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ ഗീതയൊക്കെ ആരോട് മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തൊക്കെ ക്ലാസ്സുകൾ കേൾക്കുന്നു.
എത്ര പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. എത്ര നാളെ നമ്മൾ വ്യായാമം തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ത്രെഡ്മില്ലൊക്കെ വീട്ടിൽ മേടിച്ചത്. ഇപ്പം അതിൻ്റെ മുകളിൽ എന്താ അറിയിടുന്നത് നമുക്കറിയാം. അപ്പം നമ്മൾ തീരുമാനങ്ങളൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതും മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പക്ഷെ 100 തീരുമാനങ്ങൾ എടുക്കൂ, 10 തീരുമാനം നടക്കട്ടെ. എല്ലാ തീരുമാനങ്ങളും നടക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമ കുർവത സഞ്ജയ. 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീതയിൽ 1-ാമത്തെ ശ്ലോകം ഒരു കണ്ണു പൊട്ടൻ്റെ ചോദ്യത്തോടു കൂടി ആരംഭിക്കുന്നു. പുത്രവാത്സല്യം കൊണ്ട് അകക്കണ്ണും ജന്മം കൊണ്ട് പുറംകണ്ണും പൊട്ടിപ്പോയ ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എൻ്റെ മക്കളും പാണ്ഡവരും തമ്മിൽ എന്തൊക്കെയായി? സഞ്ജയനോട് സഞ്ജയൻ വിവരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം യുദ്ധഭൂമിയിൽ ഇന്ന ആളുകളൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം യുദ്ധത്തിന് സമയമായപ്പോൾ ആരാണ് ശംഖ് ആദ്യം മുഴക്കിയത്? ആദ്യം മുഴക്കിയത് ഭീഷ്മര. ഭീഷ്മർ ശംഖ് മുഴക്കിയപ്പോൾ പാണ്ഡവരെന്തു ചെയ്തു? പാഞ്ചജന്യം ഋഷികേശം ദേവദത്തം ധനഞ്ജയ. ഭഗവാൻ പാഞ്ചജന്യം എന്ന തൻ്റെ ശംഖ് മുഴക്കി. എന്ത് മനോഹരമായ പേരില്ലേ! നമ്മൾ ഹിന്ദുക്കളുടെ ഭഗവാന്മാരുടെ ശംഖിൻ്റെ പേര് പോലും എന്ത് രസ കേൾക്കാൻ. ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭാഷയായി സംസ്കൃതത്തെ പറയുന്നത് അത് ദൈവം നേരിട്ടുണ്ടാക്കിയത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ഒരു വാക്കിന് തുല്യമായ 10 വാക്കുകളാണ് ലോകത്തിലെ ഏത് ഭാഷയിലും നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ 1000 പേര്, ലളിത സഹസ്രനാമം അമ്മയുടെ 1000 പേര് പറയാൻ കഴിയുന്ന വാക്കാണ്, ഭാഷയാണ് സംസ്കൃതം. അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് കൈകേയെ 4 തെറി വിളിക്കണമെന്ന് തോന്നിയപ്പോൾ മൊത്തം സംസ്കൃതത്തിൽ നോക്കി ഒന്നുമില്ല, എടി വഞ്ചകി, ദുഷ്ടേ, രാക്ഷസി, ഇത് 3 പറഞ്ഞിട്ടുള്ളൂ. ഈ ഇംഗ്ലീഷിലാറ്റ് ആയിരിക്കേണ്ടിയിരുന്നു അല്ലേ? പൊടിച്ചേനെ ദശരഥൻ. അത്രയേറെ വാക്കുകൾ അതിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി. പാഞ്ചജന്യം ഭഗവാൻ മുഴക്കിയ ഉടനെ ചാടി എഴുന്നേറ്റുകൊണ്ട് ദേവദത്തം എന്ന തൻ്റെ ശംഖ് മുഴക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഭീഷ്മാചാര്യ, നിങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ 2 യുദ്ധത്തിന് തയ്യാറാണെന്ന് ആര് പ്രഖ്യാപിച്ചു? അർജുനൻ പ്രഖ്യാപിച്ചു. ആ അർജുനൻ എന്തുകൊണ്ടാണ് തളർന്നു പോയത്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്രയും വലുതായിട്ട് ഭഗവാൻ പാഞ്ചജന്യം മുടക്കിയപ്പോൾ കൂടെ ഞാനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധഭൂമിയിൽ വരുന്നതിന് മുമ്പ് തൻ്റെ ശത്രുക്കൾ ആരായിരുന്നു എന്നതിനെക്കുറിച്ച് അർജുന് ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ കൃത്യമായിട്ടറിയാം, ഇന്നേ രാജാവ്, ഇന്നേ എൻ്റെ അമ്മാവന്മാർ, കസിൻ ബ്രദേഴ്സ് 100 പേർ ഒക്കെ ശത്രുപക്ഷത്താണ്. ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അർജുനൻ വന്നിരിക്കുന്നത്. എന്നിട്ട് അർജുനൻ എന്താ തളർന്നു പോകാൻ കാരണം? അങ്ങനെ ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയം ആഗ്രഹിച്ച് ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നവന്മാരെ എനിക്കൊന്ന് കാണണം. അതുകൊണ്ട് സേനയോർ ഉഭയോർ മധ്യേ, ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിലായിട്ട് എൻ്റെ രഥത്തെ സ്ഥാപിക്കൂ അച്യുത എന്നൊരു ഡ്രൈവറോട് പറയും പോലെയാണ് ഭഗവാനോട് ആര് പറഞ്ഞത്? അർജുനൻ പറഞ്ഞത്. ഭഗവാൻ ഒരു ചിരിയുണ്ട്. ഭഗവാന്റെ ചിരിക്ക് പിറകിൽ 1000 തത്വങ്ങളുണ്ടാവും. ഭഗവാൻ ഒരു ചിരി ചിരിച്ചു, തേരങ്ങോട്ടെടുത്തു. 64 യോജന നീളവും വീതിയും. കോഴിക്കോട് ജില്ലയുടെ അത്ര വലിപ്പം വരും കുരുക്ഷേത്രം. ഇന്നത്തെ ഹരിയാനയില്ല. നമ്മുടെ ചില സന്ദീപാനന്ദഗിരി സ്വാമികളൊക്കെ പണ്ട് പറഞ്ഞു, കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടില്ല, അത് മനസ്സിൽ നടന്ന സംഘർഷമാണ്. എന്തിന്? ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നു, ക്ഷേത്രത്തിൽ പോകുമ്പോൾ വസ്ത്രം അഴിക്കണം. ഇത് ഹിന്ദു സന്യാസ മണ്ഡലം പറഞ്ഞതാണ്, ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം അതിന് പറഞ്ഞൊരു കാരണം, തെറ്റായ കാരണമാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ തെറ്റായ കാരണം. ബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പണ്ട് ഷർട്ട് ധരിച്ചിരുന്നില്ല. അമ്പലത്തിൽ വരുന്നവർ ബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി പണ്ട് ഷർട്ട് ഉണ്ടായിരുന്നില്ല. സ്വാമിജി തെറ്റാണ് പറഞ്ഞത്. അന്ന് 40 വർഷം മുമ്പ് ആരും ഷർട്ട് ധരിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് വേണമെങ്കിൽ ഒരു മേൽമുണ്ടൊക്കെ ധരിച്ചിരുന്നു. എന്തിനേറെ 50 വർഷം മുമ്പൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പല മുത്തശ്ശിമാരും ബ്ലൗസ് ധരിച്ചിരുന്നില്ല. അതൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. മാതാ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. മാതാ എന്നവരുടെ പേരാണ് കേട്ടോ, അല്ലാതെ സംസ്കൃതത്തിലെ മാതയല്ല. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു 20 കൊല്ലം മുമ്പ് വരെ അവർ ഈ സ്ഥലം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഓർമ്മയിൽ. ആർക്കും ഒരു വികാരവും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. എല്ലാവരും ഷർട്ട് ധരിക്കാത്ത നാട്ടിൽ ഷർട്ട് ധരിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഷർട്ട് ധരിക്കുന്നത് ബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയല്ല, തെറ്റാണത്. പിന്നീട് ഷർട്ട് വന്നു,
ആ ഷർട്ട് ആചാരത്തിൻ്റെ ഭാഗമായി വൃത്തിയുള്ള ഷർട്ടും ധരിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇന്ന് ധാരാളം ക്ഷേത്രങ്ങൾ അത് നവീകരിക്കുന്നു. കാരണം മാറ്റം വേണം. ഇല്ലെങ്കിൽ കുഴപ്പം കുട്ടികളൊന്നും അമ്പലത്തിൽ വരില്ല, യുവസമൂഹം അമ്പലത്തിൽ വരില്ല. RSSൻ്റെ പഴയ യൂണിഫോം കാക്കി ട്രൗസറായിരുന്നു. കാക്കി ട്രൗസറും വെള്ള ഷർട്ടുമായിരുന്നു. യൂണിഫോമിൽ ട്രൗസർ ധരിക്കുന്ന ഒരു സംഘടന അക്കാലഘട്ടത്തിൽ സംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ചർച്ചകൾ വന്നു. പാൻ്റാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾ വിപ്ലവം ഉണ്ടാക്കിയില്ലേ. പക്ഷേ യൂണിഫോമിൽ അത് പ്രധാനമായിരുന്നു. ഇപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു. അതുമായിട്ട് മനസ്സ് സമരസപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്നു. ശബരിമലയിൽ എല്ലാ വർഷവും നമുക്ക് പോകാൻ പറ്റുമായിരുന്നു, എല്ലാ മാസവും പോകാൻ പറ്റുമായിരുന്നു. മുമ്പ് പറ്റില്ല, വർഷത്തിലേ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. നമ്മളവിടെ ദേവപ്രശ്നം വെച്ചു, സ്വർണ്ണപ്രശ്നം വെച്ചു, തന്ത്രിമാരുടെ യോഗം കൂടി, സന്യാസിമാരെ എല്ലാം വിളിച്ചു. എന്നിട്ട് ദേവൻ്റെ ഹിതം നോക്കിയപ്പോൾ പറഞ്ഞു, എല്ലാ മലയാള മാസം 1 മുതൽ 5 വരെ നിങ്ങൾക്ക് എന്നെ കാണാൻ വരാം എന്ന് ദേവൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. ഇനി നമ്മുടെ നാട്ടിലെ യുവതികൾ ഒറ്റക്കെട്ടായി കലക്ടറേറ്റിൻ്റെ മുന്നിലൊക്കെ സമരം, ഞങ്ങൾക്ക് അയ്യപ്പനെ കാണണം. അപ്പോൾ ഹിന്ദുക്കൾക്ക് ചിന്തിക്കാം, വീണ്ടും പ്രശ്നം വെക്കാം. അല്ലാതെ രഹന ഫാത്തിമ മാത്രം പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്തിനാണ് ശബരിമലയ്ക്ക് ആ വിശ്വാസത്തെ നശിപ്പിക്കുന്നത്? ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. പക്ഷെ സ്ത്രീകൾ പറയില്ല. എന്തുകൊണ്ടാണ്? 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള ഈ ഭാരതത്തിലെ ഒരൊറ്റ ശബരിമലയിൽ മാത്രമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചത്. അവിടെ പോയേ മതിയാകൂ എന്ന വാശി ഭക്തയായ ഒരു ഹിന്ദു സ്ത്രീക്കില്ല. ഈ നമ്മുടെ മലപ്പുറത്തുള്ള കനകദുർഗയോട് ചോദിച്ചു, നിനക്ക് നാട്ടിൽ അയ്യപ്പൻ്റെ എത്ര അമ്പലമുണ്ട്, എത്ര അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, ഒന്ന് പോയിക്കൂടെ? എനിക്കതിലൊന്നും വിശ്വാസമില്ല. എവിടെ? എനിക്ക് അയ്യപ്പന് വിശ്വാസമില്ല. പിന്നെ ഈ സ്ത്രീയെ നമ്മൾ കണ്ടത് ശബരിമലയിലാണ്. ചാക്കിൽ മൂടിയിട്ട് ആംബുലൻസിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് കനകദുർഗയെയും ബിന്ദുവിനെയും കയറ്റി ഞങ്ങൾ വിപ്ലവം ഉണ്ടാക്കി. വിപ്ലവം ഉണ്ടാക്കേണ്ട സ്ഥലമാണോ അമ്പലം? അമ്പലം വിപ്ലവത്തിൻ്റെ സ്ഥലമാണോ? വിപ്ലവമൊക്കെ പുറത്ത്. അമ്പലം ഭക്തനുള്ളതാണ്. ആദ്യമുണ്ടായത് ഭക്തനാണ്, രണ്ടാമത് മൂർത്തി അവൻ കൊത്തിയെടുത്തുണ്ടാക്കിയതാ. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലം കല്ലിന്മേൽ കല്ല് വെച്ച് ഹിന്ദുക്കൾ ഉണ്ടാക്കി. ലക്ഷണമൊത്ത ശിലയിൽ നിന്നും ഗുരുവായൂരപ്പനെ ഹിന്ദു ശില്പി വേർതിരിച്ചെടുത്തു. അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിച്ച് തന്ത്രശാസ്ത്ര വിധിപ്രകാരം തന്ത്രിവര്യൻ ഹിന്ദുവായ തന്ത്രി പ്രാണപ്രതിഷ്ഠയെ ചെയ്തു. ശാന്തി കർമ്മങ്ങൾ ചെയ്ത ശാന്തിക്കാരൻ ഹിന്ദുവായിരുന്നു. 6-7 മീറ്റർ അപ്പുറം ഭണ്ണാരം വെച്ചതും ഭണ്ണാരത്തിന് ദ്വാരം വെച്ചതും അതിൻ്റെ ഉള്ളിലേക്ക് സ്വർണവും പണവും കുത്തിനിറച്ചതും ഹിന്ദുവായിരുന്നു. പക്ഷെ ഭണ്ണാരം തുറന്നെടുക്കാൻ വന്നത് മതേതരന്മാരായിട്ടുള്ള ഹിന്ദു വിരുദ്ധരായിരുന്നു. ഭണ്ണാരത്തിൽ പൈസ ഇടുന്നതോടുകൂടി ഗുരുവായൂരമ്പലത്തിൻ്റെ മുകളിൽ ഹിന്ദുവിൻ്റെ സകല അവകാശങ്ങളും അവസാനിക്കുന്നു. മാറ്റപ്പെടേണ്ടതാണിത്. കാരണം ഭണ്ണാരത്തിൽ പൈസ ഇടുവാൻ, സ്വർണം ഇടുവാൻ, രക്തം ഇടുവാൻ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. തുറന്നെടുക്കുന്നത് ആരാണ്? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? 2014 ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. 2014 ശേഷം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് പറയണമെങ്കിൽ ഓഡിറ്റിംഗ് നടക്കണ്ടേ? അവിടെയുള്ള 60% ആളുകളും ഗുരുവായൂരപ്പനേ ഇല്ല. ആ വട്ടത്തിൽ കാണുന്നവൻ്റെ പേരാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ 60% ജീവനക്കാരും. ഞാൻ പറഞ്ഞു വന്നത് മാറ്റങ്ങൾ അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിഷയം ബന്ധങ്ങളാണ്. ആ അർജുനൻ എന്തുകൊണ്ട് തളർന്നു പോയി? അർജുനൻ ഒരു കാഴ്ച കണ്ടു. 64 യോജന നീളവും വീതിയുമുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഭഗവാന് തേര് നിർത്താം. ആരെ കണ്ടാലാണോ അർജുൻ്റെ മനസ്സിളകുക അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബക്കാരെ കണ്ട മോനേ, ദുഷ്ട്വേമം സ്വജനം കൃഷ്ണ, ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കാണുന്നുവല്ലോ. മുമ്പറിയില്ലായിരുന്നോ? അതെ, പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പല വഴികളും മനസ്സിൽ വരും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ സ്വൈരായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നാളെ രാവിലെ നിങ്ങളെ കടിക്കാൻ വേണ്ടി ഒരു പേപ്പട്ടി ഓടി വരികയാണ്, എന്ത് ചെയ്യും? ഇപ്പോൾ പല സൊല്യൂഷൻ ഉണ്ടാവും ഇല്ലേ? പണ്ട് നാട്ടിലൊരു പേപ്പട്ടി ഇറങ്ങിയപ്പോൾ ഒരാൾ ക്ലാസ് കൊടുക്കുകയാണ്, മുണ്ടഴിക്കണം, പേപ്പട്ടിയുടെ ഈ തലയിലേക്ക് ചാടണം, അങ്ങനെ അതിന് കണ്ണ് കാണാതെ അതിൻ്റെ തല ഒരു മതിലിനോട് ഇടിച്ചിട്ട് അത് ചത്തുപോകും. സിമ്പിൾ അല്ലേ? ഒരു മുണ്ടഴിക്കണം, അത് പേപ്പട്ടിയുടെ മുഖത്തേക്ക് ചാടണം, അത്രയേ ഉള്ളൂ. പേപ്പട്ടി എന്നാരോ പറഞ്ഞു, നാട്ടുകാർ മൊത്തം ഓടി. പേപ്പട്ടി ഇയാളെയും കടിച്ചു പോയി. ആരെ? ക്ലാസ് എടുത്ത് കൊടുത്തവനെയും കടിച്ചിട്ട് പേപ്പട്ടി പോയി. അപ്പോൾ ചോദിച്ചു, താങ്കളല്ലേ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു റെഡിയായി വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ മുണ്ടഴിക്കണമെന്നൊക്കെ എനിക്കറിയാമായിരുന്നു, പക്ഷെ അപ്പം അത് തോന്നിയില്ല. പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ധാരാളം കാര്യങ്ങൾ മനസ്സിൽ തെളിവരും. പക്ഷേ പ്രതിസന്ധി മുഖാമുഖം വരണം. നീന്തൽ അറിയാത്തവൻ വെള്ളത്തിൽ വീണാൽ മനസ്സിലാകും അതിൻ്റെ ബുദ്ധിമുട്ട്. അതാണ് പ്രതിസന്ധി. നീന്തൽ അറിയാത്തവൻ വെള്ളത്തിൽ വീണാൽ അതാണ് ജീവിതത്തിലെ യഥാർത്ഥ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ മുഖാമുഖം അർജുനൻ കണ്ടു. തൻ്റെ പിതാമഹൻ ദ്രോണാചാര്യർ, 100 കസിൻ ബ്രദേഴ്സ്, അങ്കിൾസ് എല്ലാം എതിർപക്ഷത്ത് യുദ്ധത്തിനും
കൊല്ലാനും ചാകാനും തയ്യാറായി നിൽക്കുന്നു. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടുപോയി അർജുനൻ. ഇപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും ജീവിത ബന്ധങ്ങളിലും നമ്മളും. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകും. മോനോട് അത് പറയാൻ പാടുണ്ടോ, മോളോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അച്ഛനോട് പറയാൻ പാടുണ്ടോ, യെസ് ഓർ നോ. ഇത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല. ഒരു വല്ലാത്ത ഘട്ടത്തിലായിപ്പോയല്ലോ ഭഗവാൻ. എന്താണ് ഭഗവാനെ നാളെ ഞാൻ ചെയ്യേണ്ടത്? വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടപ്പോൾ സ്വയം ന്യായീകരിച്ചു. ആ പൊതുവെ ചെയ്യുന്നത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ എന്ത് ചെയ്യുക? ഒക്കെ തെറ്റു നാട്ടുകാരതാണ് എന്ന് പറയാൻ പരിശ്രമിക്കും. അത് സ്വയം ന്യായീകരണമാണ്. എന്നിട്ട് അർജുനൻ പറയുന്നു, 3 ലോകം കിട്ടിയിട്ടും കാര്യമില്ല, ഞാൻ ഇവരോട് യുദ്ധത്തിനില്ല. ഇവരുടെ ചോര പുരണ്ട കൈകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? എന്നിട്ട് അവസാനം പറയും, ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചിന്താവിഷയ ശ്യാമള കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ ശ്രീനിവാസൻ പോകുന്നില്ലേ? അപ്പം ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിയാതെ ഓടി ഒളിക്കുന്നവനുള്ളതല്ല സന്യാസം. ഏറ്റവും ധീരനായ വ്യക്തിക്ക് മാത്രമേ സന്യാസിയാകാൻ കഴിയൂ. സർവസംഘ പരിത്യാഗം സമം സന്യാസം. സംഘമാഗ്രഹം, സർവസംഘങ്ങളെയും പരിത്യജിക്കലാണ് സന്യാസം. ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. ആര് പറഞ്ഞു? അർജുനൻ പറഞ്ഞു. എന്നിട്ട് ഗാന്ധീവൊക്കെ താഴെ വെച്ചിട്ട് അയാൾ കരയുക. ആര്? കമാൻഡർ ഇൻ ചീഫ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധഭൂമിയിൽ 2 സൈന്യവും അണിനിരന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കരസേനാ മേധാവി പറയുകയാണ്, അയ്യോ പാവം, 75 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ, ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നത്, അവർ നമ്മളെ കൊല്ലുന്നുണ്ടെങ്കിൽ നമ്മളെ കൊന്നോട്ടെ. നിങ്ങൾ അംഗീകരിക്കുമോ? ആദരിക്കുമോ? ഒരു സൈനികൻ യുദ്ധത്തിൽ 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു, ഈ നാട്ടുകാരൻ. നമ്മൾ എന്താ ചെയ്യുക? റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങോട്ട് സ്വീകരണം, പൂമാലകൾ, അവാർഡുകൾ, മൊമൻറ്റോകൾ ഒക്കെ കൊടുക്കും. നാട്ടിൽ ലീവിന് വന്നു, അയൽക്കാരനുമായിട്ട് അതിർത്തി തർക്കമുണ്ടായി, കുത്തിക്കൊന്നു, നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇങ്ങോട്ട് സ്വീകരണം കൊടുക്കുമോ? ചിലപ്പോൾ കോടതി അയാളെ തൂക്കിക്കൊല്ലും. 100 ആളെ കൊന്നപ്പോൾ അവാർഡുകൾ, ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയാണ്. കൊന്നതല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നതാണ് പ്രശ്നം. രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ട് യോദ്ധാവിന് ആയുധം കയ്യിലെടുക്കണം. എല്ലാ കാലത്തും അവന് കൊല്ലേണ്ടി വരും, ചിലപ്പോൾ ചാകേണ്ടി വരും. ചത്താൽ സ്വർഗം, ജയിച്ചാൽ രാജ്യം. എക്കാലത്തും യുദ്ധത്തിലെ നീതി ഇങ്ങനെയാണ്. എക്കാലത്തും യുദ്ധത്തിലെ നീതി ഇതാണ്. ആ കമാൻഡർ ഇൻ ചീഫ് അർജുന വിഷാദ യോഗത്തിൽ താഴെത്തട്ട് കരഞ്ഞിരിക്കുമ്പോൾ തം തഥാ കൃപയാവിഷ്ടമിശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദന. കരഞ്ഞു തളർന്നിരിക്കുന്ന അർജുനോട് കൃപയോടുകൂടി, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളവരെ നാം സമീപിക്കേണ്ടത് വിമർശന ബുദ്ധിയോടുകൂടിയല്ല, കൃപയോടുകൂടിയായിരിക്കണം. ഭഗവാൻ അർജുനെ സമീപിച്ചതുപോലെ. എന്നാൽ തല്ലലും തലോടലും ആവശ്യമാണ്. ലാളനേത് പഞ്ചവർഷാണി. കുട്ടികളെ എങ്ങനെ വളർത്തണം? ആചാര്യന്മാർ പറയും, ലാളനേത് പഞ്ചവർഷാണി. 5 വയസ്സ് വരെ മോനെ തേനെ ചക്കരെ ലാളിച്ച് വളർത്തണം. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ദശവർഷാണി ശിക്ഷയേ. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം. എന്താണ് ശിക്ഷയും ശിക്ഷണവും തമ്മിൽ വ്യത്യാസം? അച്ഛനിൽ നിന്ന് വാങ്ങിയ ശിക്ഷയുടെ കാര്യകാരണങ്ങൾ കുട്ടിക്ക് ബോധ്യപ്പെടുകയും അതെൻ്റേതാണെന്ന് തെറ്റെന്ന് മനസ്സിലാക്കി കുട്ടി അത് തിരുത്തുകയും ചെയ്താൽ ദാറ്റ് ഈസ് ശിക്ഷണം. അച്ഛനും അമ്മയും വീട്ടിൽ കലഹിച്ചു, അമ്മ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു മകൾക്ക്, അമ്മ തൊഴിലുറപ്പിന് പോയി. അപ്പോൾ കുട്ടി ചോദിച്ചു, തള്ള എന്തിനാ എന്നെ തല്ലിയെന്ന്. ഇത് ശിക്ഷ. കുട്ടിക്ക് കാരണം മനസ്സിലായിട്ടില്ല. ശിക്ഷണം ലാളനേത് പഞ്ചവർഷാണി ദശവർഷാണി ശിക്ഷയേത് ശേഷം സമഭാവന. 15 വയസ്സ് കഴിഞ്ഞാൽ തോളിൽ കൈയിട്ട് നടക്കണം. തല്ലലും തലോടലും ഭഗവാൻ സംഖ്യയോഗത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ അർജുന് കൊടുത്തു. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. തല്ലൽ തലോടൽ. എന്താ തല്ലിയത്? നാവിൻ്റെ വലിയൊരു ഏറ്റവും നല്ല തല്ലൽ നാവ് കൊണ്ടാണ് കേട്ടോ നല്ലത്. എവിടുന്ന് കിട്ടിയടോ നിനക്ക് ഈ കശ്മലഭാവം ഈ വിഷമഘട്ടത്തിൽ? 42 ലക്ഷം ആളുകളാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു കണക്കുണ്ടില്ലേ, ഒരു അക്ഷോണിയിൽ ഇത്ര ആൾ എന്നുള്ള, ഇത്ര തേര്, ഇത്ര കുതിര എന്നൊക്കെയാണ്. 42 ലക്ഷം ആളുകൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പൊരിവെയിലത്ത് യുദ്ധത്തിന് തയ്യാറായി വന്നപ്പോൾ യുദ്ധത്തിൻ്റെ നായകൻ പറയുന്നു, അഹിംസയാണ് പരമമായ ധർമ്മം, ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. എവിടുന്ന് കിട്ടി നിനക്ക് ഈ കശ്മലഭാവം, ഈ നിസ്സാരമായ ഭാവം? കുതസ്ത്വാ കശ്മലമിതം
വിഷമേ സമുപസ്ഥിതം. ഈ വിഷമമായ ഘട്ടത്തിൽ സാഹചര്യത്തിൽ കിട്ടി ഏറ്റൊരു തലോടൽ. തലോടൽ എന്താ? അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. ഇത് ആര്യന് ചേരാത്താണ്. ആര്യൻ ശ്രേഷ്ഠൻ, സ്വർഗപ്രാപ്തിക്ക് തടസ്സമാണ്, അകീർത്തി ഉണ്ടാക്കുന്നതാണ്. നീ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വില്ലാളി വീരന, നീ ഭീഷ്മരെയും ദ്രോണരെയും കണ്ട് ഓടിപ്പോയി എന്നേ നാട്ടുകാർ പറയുള്ളൂ. അല്ല, നിന്റെ അഹിംസാ സിദ്ധാന്തമൊന്നും യുദ്ധഭൂമിയിൽ ഒരിക്കലും ശോഭിക്കില്ല. എന്നിട്ട് പറഞ്ഞു മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ക്ലൈബ്യം മസ്മഗമ പാർത്ഥ നൈതത്തയ്യുപപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപായ. കാലത്തും നമുക്കുള്ള ഉപദേശം. ക്ലൈബ്യം, ആണിനും പെണ്ണിനും ചേരാത്ത മാനസിക ഭാവം. അല്ല ട്രാൻസ്ജെൻഡേഴ്സ് അല്ല കേട്ടോ. അർജുൻ്റെ ശരീരത്തെക്കുറിച്ചല്ല ഭഗവാൻ പറഞ്ഞത്. അർജുൻ്റെ ശരീരം കരുത്തുറ്റ പുരുഷന്റെ ശരീരം. ആണിനും പെണ്ണിനും ചേരാത്ത ക്ലൈബ്യം എന്ന മാനസിക ഭാവത്തെ നീ പ്രാപിച്ചിരിക്കുന്നു പാർത്ഥ. പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ, പൃഥ്വി കുന്തി. അമ്മയെ വിചാരിച്ചെങ്കിലും നന്നാവടോ എന്നാണ് പറഞ്ഞതിനർത്ഥം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയത്തിൻ്റെ ദൗർബല്യങ്ങൾ ക്ഷുദ്രമാണ്, നശിപ്പിച്ചു കളയും. തെക്തോത്തിഷ്ഠ ഉത്തിഷ്ഠ. ഉത്തിഷ്ഠ എന്ന് വെച്ചാൽ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന ആ എഴുന്നേൽക്കലാണോ? അല്ല. ശക്തിയോടെ, ബുദ്ധിയോടുകൂടി, ധീരതയോടുകൂടി കർമ്മത്തെ ശ്രേഷ്ഠമാക്കുവാൻ വേണ്ടിയുള്ള എഴുന്നേൽപ്പിൻ്റെ പേരാണ് ഉത്തിഷ്ഠ. പരം തപ, ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ. നിന്റെ പേര് കേട്ടാൽ പോലും ലോകം വിറകും. നിന്റെ ശത്രുക്കൾ നിന്റെ പേര് കേട്ടാൽ വിറക്കും. നീ എഴുന്നേൽക്കൂ എന്ന് പറയുന്നു ഭഗവാൻ. ആ ഭഗവാന്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തിയാൽ എല്ലാ ബന്ധങ്ങളെയും നമുക്ക് ഊഷ്മളമായി കൊണ്ടുപോകാൻ, ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യങ്ങളെ വലിച്ചെറിയണം. എന്നിട്ട് നീ ഉത്തിഷ്ഠ, എഴുന്നേൽക്കണം. നീ ആരാണ്? നീ ആര്യനാണ്, സ്വർഗത്തിൽ പോകേണ്ടവനാണ്. രാവിലെ 6 മണിക്ക് കൂട്ടി എഴുന്നേൽക്കണം. 6 മണിയായിട്ട് എഴുന്നേറ്റില്ല. 6:15, 6:30 അമ്മ അടുക്കളയിൽ പോയി. അമ്മക്ക് ദേഷ്യമായി. അമ്മ പറഞ്ഞു, ഈ അമ്മ വരില്ല കേട്ടോ. പുറത്തുള്ള ചില അമ്മമാർ പറയും കുട്ടിയെ ഒരു മൃഗത്തിൻ്റെ പേര് കൂട്ടി വിളിക്കും. അതേതാ? പോത്ത്. ഞങ്ങളുടെ നാട്ടിലും പോത്ത് തന്നെയാണ്. പോത്ത് പോലെ കിടന്നുറങ്ങാതെ എണീറ്റ് പോടാ എന്ന് ആരെ പറഞ്ഞു? കുട്ടിയെ പറഞ്ഞു. കുട്ടി ആരായി തീരും? ഒരു സംശയം വേണ്ട, കുട്ടി പോത്തായി തീരും. കാരണം അവൻ്റെ സ്വപ്ന മനസ്സിലേക്ക് ആദ്യം കേൾക്കുന്നത് അമ്മയുടെ മനോഹരമായ പോത്തേ വിളിയാണ്. കാട്ടിൽ ഉറങ്ങിപ്പോയി രാമനോട് വിശ്വാമിത്ര മഹർഷി എങ്ങനെയാണ് വിളിച്ചുണർത്തിയത്? കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. വെങ്കടേശ്വര സുപ്രഭാതം കേട്ടിട്ടില്ലേ? വീട്ടിൽ CD-യില്ലേ? കൗസല്യ സുപ്രജ രാമ. കൗസല്യയുടെ ഏറ്റവും നല്ല മോനായ രാമ. സന്ധ്യ പ്രവർത്തതേ, പ്രഭാത സന്ധ്യ, പൂർവ്വസന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങി. ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂ. നരശാർധൂല, നരന്മാരിൽ ശ്രേഷ്ഠനായവനേ. കർത്തവ്യം ദൈവമാന്വിതം, നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നും മോനെ എണീക്കൂ എന്ന് പറയുന്നതും പോത്തെ എണീക്കൂ എന്ന് പറയുന്നതും ഒരുപോലെയാണോ? അല്ല. അപ്പോൾ നമ്മുടെ മക്കളോട് ചെയ്യേണ്ട 18 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ചെയ്യേണ്ട, അതിന് മാതാപിതാക്കളെ പറ്റുള്ളൂ, മക്കൾ പറ്റില്ല. ചെയ്യേണ്ട 18 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 12 കാര്യങ്ങൾ. ഒന്നിതാട്ടോ. ഇനി ബാക്കി 11 പറഞ്ഞാൽ മതി. എങ്ങനെ അടിച്ചുണർത്തരുത്, വിളിച്ചുണർത്തണം. എന്തുകൊണ്ടാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. 3 അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അതിൽ നിന്ന് വീണ്ടും സ്വപ്നം, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന പരിവർത്തനം? ഇതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇങ്ങനെ തളർന്നു പോയ അർജുനനെ ഭഗവാൻ നൽകുന്ന ഉപദേശങ്ങൾ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മുടെ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം വായിച്ചിരിക്കണം. കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവ പൃച്ഛാമിത്വാം ധർമ്മസമൂഢഛേദ യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാതിമാത്വാ പ്രപന്ന. അർജുനൻ പറയുക, ഭഗവാനെ, എനിക്ക് കാർപ്പണ്യദോഷം ബാധിച്ചിരിക്കുന്നു. അജ്ഞതയാകുന്ന ദോഷം എന്നെ ബാധിച്ചു പോയി. ധർമ്മമേത് അധർമ്മമേതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാൻ ധർമ്മസമൂഢചേതനായിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ശിഷ്യനാക്കൂ. നമ്മളെപ്പോഴാണോ നല്ല ശിഷ്യനാകുന്നത് അന്ന് നമ്മളെ തേടി നല്ല ഗുരുനാഥൻ വന്നുകൊള്ളും. ഗുരുവിനെ തേടി നമ്മൾ പോകണ്ട, ഗുരു നമ്മളെ തേടി വരും. പക്ഷേ ശിഷ്യനാകുവാനുള്ള മനസ്സുണ്ടാവണം.
ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഗുരു നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് സ്വന്തം തീരുമാനത്തേക്കാൾ നല്ലതാണ് ഗുരുനാഥനോടുകൂടിയുള്ള തീരുമാനം. ഇവിടെ അർജുനൻ തൻ്റെ ഗുരുനാഥനെ കണ്ടെത്തിയിരിക്കുന്നു. താൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെ മൊത്തം ഒരൊറ്റ വാക്കിൽ ഖണ്ഡിച്ചു കളഞ്ഞു. കുതസ്ത്വാ കശ്മലമിതം എന്ന് ചോദിച്ചുകൊണ്ട് ഇത് നിനക്ക് ചേരില്ല, ഇത് ഹീനഭാവമാണെന്ന് പ്രഖ്യാപിച്ചു ഭഗവാൻ. അപ്പോൾ പറഞ്ഞു, എൻ്റെ പോയിന്റുകളൊന്നും ഭഗവാൻ സ്വീകരിച്ചിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അജ്ഞതയാകുന്ന ദോഷത്താൽ ധർമ്മമേത് അധർമ്മമേതെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നില്ല ഭഗവാനെ, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കൂ, എന്നെ ശിഷ്യനാക്കൂ, എന്നെ ഉപദേശിക്കൂ. അവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ്. ശിഷ്യനാകണം, അർഹമായത് കിട്ടണമെങ്കിൽ. കൊടുത്ത് കാര്യങ്ങൾ അർജുനൻ അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞ് അർജുനൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ആളാര് എന്നൊരു സംശയം ഉണ്ടായി. ഈ പറയുന്ന ആളാര്? അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാ, ഒന്ന് കാണിച്ചു തരുമോ? വിശ്വരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. വിശ്വരൂപ ദർശന യോഗം. ആ വീരപ്പല്ലുകൾക്കിടയിൽപ്പെട്ട് അർജുനും ദുര്യോധനുമെല്ലാം ചവഞ്ഞരയുന്നത് കണ്ടു നോക്കി നിന്നു. സൃഷ്ടിസ്ഥിതി സംഹാരം. ആ ഭയാനകമായ രൂപം കണ്ട് നിലവിളിക്കുന്ന അർജുനൻ പറയുന്നു, ഭഗവാനെ ശാന്തമാകൂ, ശാന്തമാകൂ. ഭഗവാൻ ശാന്തമായി. എന്നിട്ടും അർജുനന്റെ സംശയം മാറിയില്ല. അങ്ങനെയാണ് 11ാമത്തെ അധ്യായത്തിൽ ഇത് ഭഗവത്ഗീത തീരേണ്ടതാ. വീണ്ടും വീണ്ടും ചോദിച്ചു. അതിൽ 16ാമത്തെ അധ്യായം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ബന്ധങ്ങളെ സൂക്ഷിക്കുവാൻ, ഏറ്റവും ഉന്നതമായ ജീവിത മൂല്യങ്ങളെ പകർത്തുവാൻ 26 ദൈവിക ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം എന്നാണ് 16ാമത്തെ അധ്യായത്തിൻ്റെ പേര്. അഭയം സത്വ സംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസ സത്യമക്രോധം. അങ്ങനെ പറയുന്നു. നിങ്ങൾ വായിക്കുക. 26 പറയാൻ സമയമില്ല, 26 മണിക്കൂർ പറയേണ്ട വിഷയം. ഒന്നാമത്തെ ഞാൻ പറയാം, അഭയം. ഭയമില്ലാതെ ജീവിക്കണം. ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ജീവിതം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാൻ കഴിയുക എന്നുള്ളതാണ്. സ്വസ്ഥമായി കിടന്നുറങ്ങണമെങ്കിൽ നിർഭയമായിരിക്കണം ജീവിത വ്യവസ്ഥിതി. ഒരു ഭാര്യയും ഭർത്താവും ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഭാര്യ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഹെൽമെറ്റ് ആരുടെ കയ്യിലാണ്? ഭാര്യയുടെ കയ്യിൽ. ഭാര്യയുടെ കയ്യിലാണോ ഭർത്താവിൻ്റെ ഹെൽമെറ്റ് വേണ്ടത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തലയിലാണോ? ഭർത്താവിൻ്റെ തലയിലാണ് വേണ്ടത്. പോയിക്കൊണ്ടിരിക്കെ ടേണിങ്ങിലെത്തിയപ്പോൾ പോലീസിനെ കണ്ടു. ഭർത്താവ് നിലവിളിച്ചു, എടി പോലീസ്, ഹെൽമെറ്റ് തലയിൽ വെക്കൂ. ഭാര്യ ഹെൽമെറ്റ് തലയിൽ വെച്ചു, പക്ഷെ തിരിച്ചാണ് വെച്ചു കൊടുത്തത് മാത്രം. കണ്ണ് കാണാതെ പിറകിൽ നിന്ന് വന്ന ഒരു കാറ് അവരെ തട്ടി. ചെറിയ പരിക്കുകളൊക്കെ പറ്റി. പക്ഷെ കാറുകാരൻ തട്ടാൻ കാരണം എന്താ? അയാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവൻ പോലീസിനെ കണ്ടപ്പോൾ ഭയന്നുപോയി. ഹെൽമറ്റ് ധരിക്കാത്തവൻ പോലീസിനെ കണ്ടപ്പോൾ ഭയന്നുപോയി. ചെറിയ പെറ്റി കേസാ. നമ്മുടെ ഭാഗത്ത് ചെറിയൊരു തെറ്റുണ്ടാകുമ്പോൾ തന്നെ നാം ഭയന്നു പോകും. നാം അടിമുടി വിറച്ചു പോകും. തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ, നിസ്സാരമായൊരു തെറ്റ്, എല്ലാം പക്കയാണ്. RC, ഇൻഷുറൻസ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഹെൽമെറ്റ് ഉണ്ട്, അതിൻ്റെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. പോലീസിനെ കണ്ട ഭയക്കും നമ്മൾ. ഒരു കൂസലില്ലാതെ പോലീസിൻ്റെ മുന്നിലൂടെ നമ്മൾ ഓടിച്ചു പോകും. പോലീസിന് അറിയാം ഇവൻ ആൾ പക്കയാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉടായ്പുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ടും കാര്യമില്ല, പോലീസ് അപ്പം കൈ കാണിക്കും. അവനറിയാം നമ്മുടെ കയ്യിൽ എന്തോ ഒരു പേപ്പറിൻ്റെ കുറവുണ്ട് എന്ന്. പോലീസിനറിയാം. അവർ മനഃശാസ്ത്രം കൂടി പഠിച്ചവരാ. ഞാൻ പറഞ്ഞു വന്നത് 26 ദൈവിക ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. അഭയം, നിർഭയം ജീവിക്കുക, ഭയമില്ലാത്ത അവസ്ഥ. അതിലൊന്ന് പറയും അഹിംസ. അഹിംസയെ തെറ്റിദ്ധരിച്ചു പോയി ആര്? ബുദ്ധന്മാര്. ബുദ്ധൻ ഒരു ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. 1000 വർഷക്കാലത്ത് അടിമത്വം ഭാരതത്തിന് സമ്മാനിച്ചു എന്ന് വിവേകാനന്ദ സ്വാമികൾക്ക് പറയേണ്ടി വന്നു. മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക. കവി പാടി. ഗാന്ധാരം ഇന്നത്തെ താലിബാൻ, പാഞ്ചാലം ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗാളം ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ. എങ്ങനെ പറ്റി? കപിലവസ്തുവിലെ സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായി മാറിയപ്പോൾ രാജാക്കന്മാരുടെ മതമായിട്ട് ബുദ്ധമതം മാറി. തുടർന്ന് കുറേ വർഷങ്ങൾക്കിപ്പുറം കലിംഗ യുദ്ധത്തിൽ അശോക ചക്രവർത്തിയെ മാനസാന്തരപ്പെട്ടപ്പോൾ ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചു. സാമന്ത രാജാക്കന്മാരും ബുദ്ധമതം സ്വീകരിച്ചു. ഇവർ 8ന്റെ പണി കൊടുത്തു. രാജാധികാരം ഉപേക്ഷിക്കാതെ സൈന്യത്തെ പിരിച്ചുവിട്ടു. ആയുധങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. ഉറുമ്പിനെ കൊല്ലരുത് എന്ന് മനസ്സിലാക്കാം, പേനിനെ കൊല്ലരുത്,
ഒരു പാവം സ്ത്രീ പേൻ എടുത്തിട്ട് കൊന്നു. ചാരൻ കണ്ടു, സ്വത്ത് മുഴുവൻ പിടിച്ചു കെട്ടി. എന്നിട്ട് പേനിന് വേണ്ടി അമ്പലം ഉണ്ടാക്കി. പേനിന് വേണ്ടിയുടെ അമ്പലം ഇപ്പോഴുണ്ട്. പേരനോട് മറന്നുപോയതാ, പിന്നീട് പറഞ്ഞുതരാം. അഹിംസ അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട തലത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ ഗസ്നി ഗോറി ഗിൽജിമാർ കയറി കളിച്ചു. 1000-1500 വർഷക്കാലം ബുദ്ധമതത്തിൻ്റെ സ്വാധീനത്തിൽ ബുദ്ധമതം ഹീനയാനയും മഹായാനയുമായി ബുദ്ധൻ പറഞ്ഞതെന്തോ ബുദ്ധിസ്റ്റുകൾ ചെയ്തതെന്തോ എന്നറിയാതെ അഹിംസ എന്ന് പറയുന്നത് ഉറുമ്പിനെ കൊല്ലുന്നതും കൊതുകിനെ കൊല്ലുന്നതും പേനിനെ കൊല്ലുന്നതും എന്ന് പറഞ്ഞപ്പോൾ നിഷ്ക്രിയമായ യുവത്വം, പ്രതികരണ ശേഷിയില്ലാത്ത യുവത്വം, രക്തം കണ്ടാൽ ബോധം കെട്ട് വീഴുന്ന യുവത്വത്തിൻ്റെ മേലേക്കാണ് ഗസ്നി ഗോറി ഗിൽജിദുക്കൾക്ക് ബാബർ. അങ്ങനെയാണ് 2500 കിലോമീറ്റർ നീളം ഇസ്ലാമിക രാജ്യമായി മാറിയത്. പക്ഷെ ഗുജറാത്തിൻ്റെ ഇപ്പുറം തൊംഹി ദുർഗാ ദശപ്രഹരണധാരിണി, 10 കൈകളിൽ ആയുധം ധരിച്ച ദുർഗയെ ആരാധിക്കുന്നവരായിരുന്നു നമ്മൾ ഹിന്ദുക്കൾ. നമ്മൾ പോരാടി. നമ്മൾ ഔറംഗസീബിനെതിരെ ഒരു വീരശിവാജി ഉണ്ടായി, അക്ബർക്കെതിരെ ഒരു റാണ പ്രതാപനുണ്ടായി, ഗോറിക്കെതിരെ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായി, അലക്സാണ്ടർക്കെതിരെ ഒരു വീരപുരുഷോത്തമനുണ്ടായി. യഥാ യഥാ ഹിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു. എപ്പോഴെപ്പോഴെല്ലാം ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം പരിത്രാണായ സാധൂനാം നല്ല ജനങ്ങളുടെ രക്ഷയ്ക്കും വിനാശായ ചതുഷ്കൃതാം ദുഷ്ടജനങ്ങളുടെ നാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും സംഭവാമി യുഗേ യുഗേ യുഗയുഗങ്ങളായിട്ട് ഞാൻ അവതരിക്കും. ത്രേതായാം മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേ യുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലയുഗേ. കലിയുഗം സംഘടനാശക്തി കൊണ്ട് നാം സംരക്ഷിക്കപ്പെടണം. അങ്ങനെ സംഘടനാശക്തിയുടെ ഏറ്റവും ചെറിയ രൂപമാണ് കുടുംബം. ഏറ്റവും ചെറിയ സംഘടിത യൂണിറ്റാണ് കുടുംബം. അവിടെ ശാന്തി ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. അതിനൊരു ഫോട്ടോ വീട്ടിൽ തൂക്കണം. ശിവൻ, പാർവതീദേവി, 2 ആൺമക്കൾ, അണുകുടുംബ. പക്ഷേ ശിവന് ഒരു കാളയുണ്ട്, പാർവതീദേവിക്ക് ഒരു സിംഹമുണ്ട്, ഭഗവാന്റെ കഴുത്തിലൊരു പാമ്പുണ്ട്, ഗണപതിക്ക് ഒരു എലിയുണ്ട്, സുബ്രഹ്മണ്യനൊരു മയിലുണ്ട്. പാമ്പ് എലിയെ കണ്ടാൽ പിടിക്കേണ്ടതാണ്. പക്ഷേ ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ് ഈ എലിയെ പിടിക്കാറില്ല. പാമ്പിൻ്റെ ഇറച്ചിയോടാണ് മയിലിനേറെ പ്രിയം, ഈ പാമ്പിനെ ഈ മയിൽ പിടിക്കാറില്ല. കാള ഇറച്ചിയോടാണ് സിംഹത്തിനേറെ പ്രിയം, പക്ഷേ പാർവതീദേവിയുടെ സിംഹം ഈ കാളയെ ഇന്ന് രാവിലെ വരെ പിടിച്ചിട്ടില്ല. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്ന് ഗീതയിൽ ഭഗവാൻ പറയും. പരസ്പര ഭാവനയോടുകൂടി ജീവിക്കണം. നീ എന്നെയും ഞാൻ നിന്നെയും ഉയർത്തിക്കൊണ്ട് ജീവിക്കണം. പരസ്പരം പോരടിക്കുന്ന ജീവികൾ പോലും കൈലാസത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ സ്വസ്ഥം ശാന്തം. എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളില്ലാതിരിക്കുവാൻ, കുടുംബ ബന്ധത്തിൽ വിള്ളലുകളില്ലാതിരിക്കുവാൻ, കുടുംബത്തെ ഒന്നായി കാണുന്ന, കുടുംബത്തെ ഒന്നായി ധരിക്കുന്ന ഭാരതത്തിൻ്റെ അടിസ്ഥാന സംസ്കൃതിയായ ഇതിഹാസങ്ങൾ, അടിസ്ഥാനമല്ല വേദമാണ്, പക്ഷേ വേദത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഇതിഹാസങ്ങൾ. രാമനിലൂടെ കൃഷ്ണനിലൂടെ വേദത്തെ വ്യാഖ്യാനിച്ചു. എന്താണ് ധർമ്മം? ഒരു കൈയിൽ ഭഗവത്ഗീതയും മറുകൈയിൽ തുളസിമാലയുമായി അന്ന് വരെ ആർക്കും പരിചയമില്ലാത്ത മഹാത്മാഗാന്ധി ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിയപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ ചോദിച്ചു, സായിപ്പിനെ ഓടിച്ചിട്ട് ഗാന്ധിജി നമ്മളിപ്പോൾ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. മഹാത്മജി പറഞ്ഞു, രാമരാജ്യം. ആർക്കും പിന്നീട് ഒരു സംശയമുണ്ടായില്ല. രാമരാജ്യം, ധർമ്മത്തിൻ്റെ രാജ്യമാണത്. ആ രാമൻ നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ധർമ്മത്തെ കൈവെടിയാതെ, തന്ത്രത്തെ ഉപയോഗിക്കേണ്ടത് തന്ത്രത്തെയും ശക്തി ഉപയോഗിക്കേണ്ടത് ശക്തിയും ബുദ്ധി ഉപയോഗിക്കേണ്ടത് ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ധർമ്മത്തെ സംരക്ഷിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന് ശേഷം ഇത് 5126 കലിയുഗം. കൃഷ്ണവർഷം 5126. ഈ ജനുവരി മാസം 2025 2-ാം തീയതി ഒന്നിച്ചു നിൽക്കുമ്പോൾ ഈ ത്രിദിന പ്രഭാഷണ പരമ്പരയിൽ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം കുടുംബത്തിലെ വിള്ളലുകളെ ഇല്ലാതാക്കുവാൻ ഇതിഹാസങ്ങൾ, കുരുക്ഷേത്രവും എല്ലാം നമുക്ക് എങ്ങനെ ഉപകരിക്കുന്നു എന്ന് അല്പമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വന്ദേ മാതരം. നമസ്കാരം. നമ്മൾക്കൊരു നല്ല പ്രഭാഷണം കിട്ടി. നമുക്കറിയാം, നമ്മുടെ ആഴ്ചവട്ടത്തിലുള്ള ശ്രോതാക്കൾ
നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇത്തരം പരിപാടികൾ സനാതന ധർമ്മത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിപാടികൾ നടത്തുന്നതാണ്. ഇവിടുത്തെ ഈ പ്രേക്ഷകർ എപ്പോഴും ഒരു ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരാളുകൾ തന്നെ നമുക്കിവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിന് വളരെയധികം ഞങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റി. ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് രാജേഷ് നാദാപുരം. ഞാനും രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സനാതനം ധർമ്മ ക്ലാസ് കേട്ടുകൊണ്ടാണ് നടക്കാറ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ അതിൽ പറ്റുന്നവർക്ക് ഗ്രൂപ്പിൽ ചേരാം. വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ചേർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സ്ഥിരമായിട്ട് അത് കേൾക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തിൻ്റെയൊക്കെ ക്ലാസ് സ്ഥിരമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. പിന്നെ ഇന്ന് നമ്മൾക്ക് ഈ നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ചതിന് ഹിന്ദു സേവാ സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ നാളത്തെ പരിപാടി നമ്മൾ ചിദാനന്ദപുരി സ്വാമികളുടേതാണ്. നാളെ ഉപനിഷത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഉപനിഷത്തുകൾ വേദങ്ങളുടെ സംഗ്രഹമാണ് എന്നുള്ളത് അറിയാലോ. അപ്പം ഉപനിഷത്തുകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, അത് നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം ആധുനിക കാലത്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രഭാഷണമാണ് നാളെ ചിദാനന്ദപുരി സ്വാമികൾ നടത്തുന്നത്. എല്ലാ ആളുകളും ഇന്ന് വന്ന എല്ലാ ആളുകളും നാളെ വരുമ്പം നമ്മുടെ സുഹൃത്തുക്കളെയും അതേപോലെ വീട്ടിൽ ഇന്ന് വരാൻ പറ്റാത്ത ആളുകളോട് കൂട്ടിയിട്ട് വരണം. ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. 2019 ശേഷം, കൊറോണയ്ക്ക് ശേഷം നമ്മൾക്ക് പരിപാടികൾ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾക്കിത് കൂടുതൽ ഭംഗിയായിട്ട് നന്നായിട്ട് നടത്തി കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ ആദ്യം ഒരു 3 ദിവസത്തെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും നല്ല പ്രോഗ്രാമുകൾ നമ്മൾ ഇനിയും ഇതേമാതിരി വെക്കും. അപ്പം നിങ്ങളോടുള്ള അഭ്യർത്ഥന, നാളെ വരുമ്പോൾ കൂടുതൽ ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലൂടെ കൂട്ടിയിട്ട് വരണം എന്നുള്ള അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.